السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, സഹോദര സഹോദരിമാരെ, വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും വിഷയത്തിന്റെ സമഗ്രതകളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ലളിതമായ വിഷയാവതരണം നാം ശ്രവിച്ചിരിക്കുകയാണ്. ഇനിവിടെ നടക്കാൻ പോകുന്നത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങൾ, അതല്ലെങ്കിൽ വിമർശനങ്ങൾ എന്തുമാവാം, അത് വളരെ നല്ല നിലക്ക് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ചോദിക്കാനും അതിന്റെ വ്യക്തമായ മറുപടി എന്തെന്നു ഗ്രഹിക്കുവാനുമുള്ള ഒരു സുന്ദരമായ ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രോതാക്കളോട്, നിങ്ങൾ സ്വന്തം മനസ്സിൽ ഉണ്ടാക്കിയ സംശയമാവട്ടെ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട സംശയങ്ങളാവട്ടെ, അതെല്ലാം ചോദിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു അവസരം ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംഘാടകര് അവിടെ സ്പെഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് കസേരകൾ നിങ്ങൾ ഈ ഭാഗത്ത് നിർത്തണം. അവർക്ക് വേണ്ടി ചോദിക്കാനുള്ള ഒരു മൈക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. വോളണ്ടിയർമാർ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കണം. നമ്മുടെ ഈ പരിപാടി ശ്രവിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും ഇവിടെ സംബന്ധിച്ചിരിക്കുകയാണ്. ഇത്രയധികം ആളുകളെ സംബന്ധിക്കുവാൻ വേണ്ടി വിശാലമായി ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘാടകർ വളരെയധികം പണിപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും നമ്മുടെ ഈ പരിപാടി ലൈവായി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഇന്റർനെറ്റ് സംവിധാനമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം KICR, ആ KICR-ലൂടെ ഇവിടത്തെ ഈ മഹാസമ്മേളനം, ഈ പ്രഭാഷണം, ഇവിടെ നടക്കാൻ പോകുന്ന സംശയ നിവാരണം എല്ലാം തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ഗൾഫ് രാഷ്ട്രങ്ങൾ, അമേരിക്കയിൽ, റഷ്യയിൽ, ചൈനയിൽ, ജപ്പാനിൽ, ഓസ്ട്രേലിയയിൽ, എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ലൈവായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ സൗകര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഏതായാലും ഈ പ്രബോധന പരിപാടി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകർ, നമ്മുടെ KICR-ന്റെ പ്രവർത്തകന്മാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലവും അതുപോലെ പരലോക വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം. ചോദിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് അവര് ഏതു വിഭാഗത്തിന്റെ ആളുകളാണ് എന്ന് ഒന്ന് പറയുന്നത് നല്ലതാണ്. ആളുടെ പേരൊന്ന് പറയുക, ഇന്ന നാട്ടിൽ താമസിക്കുന്നവനാണെന്ന് പറയുക. ഞാൻ ഇപ്പൊ മുജാഹിദാണെങ്കിൽ മുജാഹിദുകൾ ഇപ്പോൾ 2014 പിറന്നതോടുകൂടി വീണ്ടും പിളർന്നിരിക്കുകയാണ്. അപ്പൊ നേരത്തെ റഷീദ് സായിരി പറഞ്ഞല്ലോ, റഷീദ് സായിരി പറഞ്ഞു, മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ഞങ്ങളോട് സംവാദം നടത്തിയ ജിന്നു വിഭാഗം മുജാഹിദുകൾ എന്ന് വെച്ചാല് ജിന്നുപ്പാപ്പാക്കളെ എന്നിങ്ങനെ വിളിച്ചാർക്കാം. അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കാം, അതിന് ശിർക്കൊന്നും വരുന്നില്ല എന്ന വാദവുമായിട്ട് രംഗത്ത് വന്നതിന്റെ പേരിൽ KNM-ൽ നിന്ന് 2012 പുറത്താക്കപ്പെട്ട സക്കരിയ പക്ഷം. ആ പക്ഷത്തിലാണ് ഷാർജയിലുള്ള ഹുസൈൻ സലഫിയുള്ളത്. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്.
അവരിപ്പോ 2014 ജനുവരി പിറക്കലും എന്ന് പറഞ്ഞ് പിളരലും. അപ്പൊ എന്താ വാദം? വാദങ്ങൾ പുതിയ വാദങ്ങളാണ്. എല്ലാ വാദത്തെയും നമ്മൾ അതിൽ തള്ളിക്കളയുന്നൊന്നുമില്ല. അതിൽ പറയുന്ന ഒരു വാദം, സ്ത്രീകൾ നിർബന്ധമായിട്ടും മുഖം മറക്കണം. അബ്ദുൽ അത് സ്വീകരിക്കാൻ തയ്യാറില്ല. അങ്ങനെ പ്രശ്നമായി. സ്ത്രീകൾ ഒരു ദിവസത്തെ വഴി ദൂരത്തിലധികം വരുന്ന ദൂരത്തിലുള്ള സമ്മേളനങ്ങളിലേക്ക് പുറപ്പെടാൻ പാടില്ല, മഹറമിനെ കൂടാതെ. സംഘടനാ പ്രവർത്തകരുടെ വണ്ടിയിലൊന്നും പോകാൻ പാടില്ല, മഹറമിനെ കൂടാതെ. ഇത് സക്കരിയ സലാഹി പോലുള്ള ആളുകൾ, ഈ ജിന്നി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭന്മാരായ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ വാദിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ വാദം, പ്രോഫ്കോൺ, പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകൾക്ക് മാത്രം അവരെ സംഘടിപ്പിച്ചുകൊണ്ട് എറണാകുളത്തും അങ്ങനെയുള്ള സ്മാർട്ട് സിറ്റികളിലൊക്കെ ഇവർ പരിപാടികൾ വെക്കാറുണ്ട്. കാരണം ആ സ്മാർട്ടായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദഅവത്ത് അവരെങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടി. ഇത് മൻഹജ് സലഫിനെതിരാണ്, മുൻഗാമികളുടെ രീതിശാസ്ത്രത്തിനെതിരായതുകൊണ്ട് അത് പാടില്ല, മുജാഹിദിന്റെ ആ പോക്ക് ശരിയല്ല എന്ന് മുജാഹിദിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രതിപക്ഷം വളർന്നു വന്നു. നാലാമത്, ഫോട്ടോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സക്കരിയ പക്ഷത്തിന്റെ പുതിയ ഇന്റർനെറ്റ് ക്ലാസ് റൂമായ വോയിസ് ഓഫ് സലഫ്, അതിൽ ഇപ്പോൾ വീഡിയോ ക്യാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഫോട്ടോ എടുക്കാൻ പാടില്ല. KCR-ന്റെ പ്രവർത്തകർ ഇപ്പോ നമ്മളെ ഫോട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പാടില്ലാതെ തെറ്റാണ് എന്ന ഒരു വാദം. പിന്നെ കേരളത്തിൽ സംഘടനകൾ, അഞ്ചാമത്തെ വാദം, കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ സംഘടനകൾക്ക് വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും നമ്പർ 1 മാർഗനിർദ്ദേശം സംഘടനകളുടെ തലപ്പത്ത് പണ്ഡിതന്മാർ വരണമെന്നാണ്. പണ്ഡിതന്മാർ. അപ്പൊ പണ്ഡിതന്മാർ വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പണ്ഡിതന്മാരായാ പോരെ? സക്കരിയ പക്ഷം പറഞ്ഞു, കേരളത്തിൽ പണ്ഡിതന്മാരില്ല. ശരിയാണ് പറഞ്ഞത്. നമ്മൾ പണ്ടേ പറയുന്നതാണ്, നിങ്ങളെ കൂട്ടത്തിൽ ദീൻ പറയാൻ പറ്റുന്ന ആളുകളില്ല. യുക്തിവാദത്തെ ദീനാക്കി കൊണ്ടു നടന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1920 മുതൽക്ക് 2014 വരേക്കുമുള്ള 90ഓളം വർഷക്കാലത്തെ ഏറ്റവും വലിയ അബദ്ധമെന്ന് നേരത്തെ നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, കേരളീയ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ, ഇവിടുത്തെ മുജാഹിദുകൾ ഉണർത്തിക്കൊണ്ടിരുന്നു. ഇന്ന് അവർ തന്നെ 2014 പിറന്നപ്പോ പറയാണ്, കേരളത്തിൽ പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് ഗൾഫ് നാടുകളിലുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ ഇറക്കുമതി ചെയ്തുകൊണ്ട് സംഘടനയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പുതിയ വാഗ്വാദങ്ങളിൽ പറ്റുകൊണ്ട് 2014 ജനുവരി, ഇത് ഫെബ്രുവരി മാർച്ച് 8 അധികമായിട്ടില്ല, മുജാഹിദ് വീണ്ടും പിളർന്നു. ഈ പിളർപ്പിന്റെ നിദാനം എന്താണ്? എല്ലാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള തുറന്ന അവസരമാണ്. ഇവിടെ പ്രസംഗം നടത്തിയ 1 മണിക്കൂർ നേരത്തെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലോ അതല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി, സുതാര്യമായ ചിന്തയോടുകൂടി ചോദിക്കാനുള്ള അവിടെ ചെയറുകൾ നിരത്തിയിരിക്കുകയാണ്. വോളണ്ടിയർമാർ അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഇവിടെ ആര് ചോദിക്കാൻ വേണ്ടി വരികയാണെങ്കിലും അവരെ പരിഹസിക്കാനോ കളിയാക്കുവാനോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുവാനോ സാഹചര്യം ഒരുക്കാൻ പാടില്ല. പിന്നിൽ നിന്ന് ആരെങ്കിലും കുശുകുശു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരിഹസിക്കുന്ന വാക്കുകളും കുത്തുവാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഒരുപക്ഷെ എന്നെ പോലെ മൈക്കയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളെ കൊള്ളുന്നില്ല. അതല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ പോലെ മണിക്കൂറുകളോളം നീട്ടി സംസാരിക്കുവാനും ആയത്തും ഹദീസും ഓതിക്കൊണ്ട് അർത്ഥം വെച്ചുകൊണ്ട് പ്രഭാഷണം നടത്താനും ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. സാധാരണക്കാരായ ആളുകളായിരിക്കും. അപ്പൊ അത്തരം ആളുകൾ മൈക്ക് ഉപയോഗിക്കുമ്പോൾ വാക്കുകളിലോ മറ്റോ വരുന്ന തെറ്റുകളിൽ ആരും തന്നെ അവരെ കുത്തുവാക്കുകളെ കൊണ്ടോ പരിഹാസങ്ങളെ കൊണ്ടോ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു പോകരുത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി ഇവിടെ ഈ മഹല്ല് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം വളരെ നല്ല ഉദ്ദേശ ലക്ഷ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും
നമ്മുടെ ചോദ്യകർത്താക്കളെ ഈ നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കസേരയിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്നിരിക്കാം. ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗം നിർത്തുക. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്നയാൾ ആരാണ് എന്നും ഒരു മേൽവിലാസം നമുക്ക് വേണമല്ലോ. മൈക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ മൈക്ക് കൊടുക്കുക. ഞാൻ വാങ്ങാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ മൈക്ക നല്ല നിലക്ക് വാങ്ങുകയും ചെയ്യുക. അപ്പോൾ ചോദ്യകർത്താക്കളായ ആളുകൾ, ഞാൻ ഏതു നാട്ടുകാരനാണ്, എന്റെ പേരെന്താണ്, മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ ഏതു വിഭാഗം മുജാഹിദ് എന്നുകൂടി ഒന്ന് പറയണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മുജാഹിദ് വിഭാഗത്തിൽ ഇന്ന് ജിന്നു വിഭാഗത്തിന്റെ തൗഹീദ് അല്ല മറ്റേ മുജാഹിദിനുള്ളത്. മറ്റേ മുജാഹിദിന്റെ തൗഹീദല്ല മടവൂരി മുജാഹിദിനുള്ളത്. ഓരോ മുജാഹിദിനും ഓരോ തൗഹീദും ഓരോ ശിർക്കുമാണ്. ഈ മുജാഹിദിന്റെ തൗഹീദ് മറ്റേ മുജാഹിദിന് ശിർക്കാണ്, മറ്റേ മുജാഹിദിന്റെ തൗഹീദ് ഈ മുജാഹിദിന് ശിർക്കാണ്. അപ്പൊ നമ്മൾ ഏത് മുജാഹിദിന്റെ ആശയപ്രകാരമാണ് ഈ ചോദ്യത്തിന്റെ, അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ മറുപടി സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണം അവതരിപ്പിക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഏത് മുജാഹിദിൽപ്പെട്ടയാൾ എന്നൊന്ന് പറയുക വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ആ നിലക്കായിരിക്കണം കാര്യങ്ങൾ. എല്ലാവരും സദസ്സ് ഒരിക്കലും തന്നെ എഴുന്നേൽക്കാൻ പാടില്ല. സദസ്സ് അവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ നൽകുന്ന നിർദ്ദേശത്തിനപ്പുറം ഒരു പ്രതികരണം സദസ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. കാരണം ഇത് ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഇവിടെ സ്റ്റേജിലിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗിച്ച് എഴുന്നേറ്റ് ഞാനും റഷീദ് സാഹിബൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് അങ്ങനെയല്ല. നാളെയും മറ്റന്നാളും ഇവിടെ തന്നെ ഇരിക്കേണ്ടവരാണ്. അപ്പൊ ആ ഒരു ഓർമ്മ, ആ ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നിങ്ങൾ ആ സുഹൃത്തിന് മൈക്ക് കൊടുക്കുക. അസ്സലാമു അലൈക്കും. നമ്മള് നേർച്ചക്ക് പോകുന്നത് പെണ്ണുങ്ങളെ അയക്കാൻ പറ്റുമെന്ന് ഒരു ചോദ്യമുണ്ട്. ഒരു ഉറൂസെല്ലാം കഴിയുമ്പോ പെണ്ണുങ്ങളെ അയക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലാക്കി തരണം. എന്റെ പേര് അജിയർ, അരിമ്പ്ര, ചങ്ങളായി. ഏത് വിഭാഗത്തിന്റെ ആളാണ്? ഞാൻ സുന്നിയ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുജാഹിദ് പ്രവർത്തകന്മാര് ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യാണ്. അവർക്കുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് കേട്ടോ. അപ്പോ ഇവിടെ ഉറൂസുകൾ പോലോത്തവയ്ക്ക് സ്ത്രീകൾ പോകുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ. നന്നായി മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ വിധിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ വോളണ്ടിയർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. വോളണ്ടിയർമാർ മൈക്ക് മാത്രം കൈകാര്യം ചെയ്താൽ മതി. ചായ കൊടുക്കുന്ന പരിപാടിയൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാം കേട്ടോ. ആൾമാരിക്കും. അപ്പോ സ്ത്രീകൾ റൂസിന് പോകുന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു മസ്അലപരമായ കർമ്മശാസ്ത്രപരമായ ഒരു വിധിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗതിയിലുള്ള, അഥവാ നമ്മുടെ കുടുംബാംഗങ്ങള്, അതുപോലെ മറ്റു മുസ്ലിമീങ്ങൾ, അങ്ങനെ നമ്മുടെ മക്ബറകളിലൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന സാധാരണ ആളുകളുടെ ഖബറുകള്, അത് അവരെ സിയാറത്തിന് വേണ്ടി പോവുക എന്നുള്ളത് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് കറാഹത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് ഒരു പുണ്യവുമില്ല. മാത്രവുമല്ല, അങ്ങനെ ചെയ്യാതിരുന്നാൽ അതാണ് അവർക്ക് പുണ്യം ലഭിക്കുന്ന കാര്യം. അതേ സമയത്ത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശ്ഹൂരീങ്ങളായ ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, ഇങ്ങനെയുള്ള ആളുകള് അവരെ സിയാറത്തിന് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകൾ പോകുന്നത് ജായിസാണെന്ന് മാത്രമല്ല അത് സുന്നത്താണ്. അത് ശാഫിഈ മദ്ഹബിന്റെ കർമ്മശാസ്ത്ര കിതാബുകളെല്ലാം അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫ, അതുപോലെയുള്ള
സയ്യിദുൽ ബഖരി തന്റെ ഇആനത്തു ത്വാലിബീൻ പോലുള്ള കിതാബുകളൊക്കെ തന്നെയും ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, സ്ത്രീകൾ സിയാറത്തിന് പോകൽ കറാഹത്താണെന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഖബറുകളാണ്. അതേ സമയത്ത് ഔലിയാക്കളുടേത്, അമ്പിയാക്കളുടേത്, സ്വാലിഹീങ്ങളുടേത്, മഷ്ഹൂരീങ്ങളായ ഉലമാക്കളുടേതൊക്കെ ഖബറുകൾ സ്ത്രീകൾക്ക് സിയാറത്തിന് പോകൽ സുന്നത്താണ്. അങ്ങനെയാണ് ഇതിന്റെ മസല കേട്ടോ. അജീറാണ്. കുത്തി രാത്രി കേൾക്കുന്ന ആറാമാന്ന് എനിക്ക് ശരിക്കും അറിയണം. ചോദ്യം ക്ലിയർ ആയില്ലേ? ഇതിങ്ങനെ ഇതിന്റെ മതവിധി വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? സ്ത്രീകളുടെ അല്ലേ അല്ലേ ആണെന്ന് പറഞ്ഞേ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കവറിൽ ഒരു ഭർത്താവിനെ കൊണ്ടുവച്ചു കഴിഞ്ഞാല് കവറിൽ കഴിഞ്ഞാല് സ്വന്തം ഭാര്യയ്ക്ക് കാണാൻ പറ്റോ? കവറിൽ പോയിട്ട് കറാമത്താണ്. അപ്പൊ നേർച്ചക്ക് എല്ലാരും പോയിട്ട് കവർ കാണുന്നുണ്ടല്ലോ. സ്വന്തം ഭാര്യന്റെ കവർ, ഭർത്താവിന്റെ കവർ കണ്ടുകൂടെ? ഭർത്താവിന്റെ ഖബർ കാണുന്നതിനെ പറ്റിയല്ല വിഷയം. ഖബർ എന്ന് പറയുന്നത് ഒരു മണ്ണാണ്, അതല്ല ചർച്ച ചെയ്യുന്നത്. ഖബർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പോകണമെന്നില്ല, ഇവിടെ നോക്കിയാലും പോരെ. ഇവിടുത്തെ മസല എന്താണ്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് മസല പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെയല്ല. ഖബർ സിയാറത്തിന്റെ വിഷയത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഭർത്താവിന്റെ ഖബർ മറ്റേ ഖബർ എന്നുള്ളതല്ല. മഷ്ഹൂരീങ്ങളായ ഉലമാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അതുപോലെ അമ്പിയാക്കൾ എന്നിത്യാദി തവസ്സുലിനുതകുന്ന ആളുകളുടെ ഖബറുകളെ, ആ ഖബറുകളെ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്താണ്. മനസ്സിലായില്ലേ? അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട റഷീദ് സാഹിബ് തന്റെ പ്രസംഗത്തിന്റെ ഒടുവിൽ അക്കാര്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹുവിന്റെ തഫ്സീർ അടക്കം ഇവിടെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു വന്നത്. ഏതാണ് ആയത്ത്? വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇത് നബിയുടെ ജീവിതകാലത്തും നബിയുടെ വഫാത്തിനു ശേഷവും ഇത് ബാധകമാണെന്ന് ഈ ആയത്തിന്റെ സർവവശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇമാമുമാർ രേഖപ്പെടുത്തിയതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ നമ്മളിൽ നിന്ന് എന്തെങ്കിലും, നമ്മളിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ബൈച്ചാസിൽ സംഭവിച്ചാൽ നമ്മളൊക്കെ പാപികളാണ്, അത് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമല്ല. അപ്പൊ പാപികളായ ആളുകൾ അവരുടെ പാപ മോചനത്തിന് വേണ്ടി തവസ്സുലിന്റെ ഒരുപാട് രീതികൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകനെ സമീപിക്കുക എന്ന രീതി, ആ രീതി വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. വിഷയാവതരണത്തിൽ നമ്മൾ പറഞ്ഞത് അതിൽ പുരുഷ സ്ത്രീ വിവേചനമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അതേ സമയത്ത് തദ്കിറത്തുൽ ആഖിറ, പരലോക സ്മരണ മനസ്സിൽ വളർന്നു വരാനുതകുന്ന സിയാറത്തുണ്ട്. ആ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഖബർ സിയാറത്ത് ചെയ്യാം, അത് സുന്നത്താണ്. ആർക്ക്? പുരുഷന്മാർക്ക്. അത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. അത് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്ന് വെച്ചാൽ അനഭിലഷണീയമാണ് എന്ന് വെച്ചാൽ അത് അവരോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹു പിടിച്ച് ശിക്ഷിക്കുകയില്ലെങ്കിലും വിലക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കറാഹത്തിന്റെ അർത്ഥം. എന്നല്ല അത് ഹറാമാണെന്നു വരെ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരമാവധി സ്ത്രീകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്, സാധാരണഗതിയിലുള്ള ഖബർ സിയാറത്ത്. അതേ സമയത്ത് തവസ്സുലിന്റെ ഖബർ സിയാറത്ത്, തവസ്സുലിന്റെ എന്നുവെച്ചാൽ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആ സിയാറത്ത്, ആ അർത്ഥത്തിലുള്ള സിയാറത്തിനെ പറ്റിയാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മശ്ഹൂരീങ്ങളായ ഉലമാക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് പുണ്യപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. പിന്നെ ഭർത്താവിന്റെ ഖബർ കാണുക എന്നുള്ളതല്ല. ഭർത്താവട്ടെ അല്ലാത്തവരാവട്ടെ സ്ത്രീകൾ ഖബർ സിയാറത്തിന് അങ്ങനെയുള്ള സാധാ ഖബറുകളെ സിയാറത്ത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ?
നിങ്ങൾ പിന്നെന്താ കുത്താറാത്തീബോ അല്ലേ? എന്താണ് ഈ കുത്താറാത്തീബ്? എന്താ അദ്ദേഹം ചോദിച്ചത്? കുത്തിറാത്തീബ് ഹറാമാന്ന് പറയുന്നേക്കുന്നത്. അപ്പോ സ്വന്തം ശരീരം മുറിച്ചിട്ട് രക്തം കാണിക്കല് ഹദീസിൽ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുത്താറാത്തീബിനെ സംബന്ധിച്ച് എന്താണ് കുത്താറാത്തീബ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തല മുതൽക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകാണ് നമ്മൾ അതിൽ അന്തം വിട്ടുകൊണ്ട് അംഗീകാരം കൊടുക്കരുത്. കുത്താറാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാത്തീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നാണ്. അതിന് മലയാളികൾ റാത്തീബ് എന്ന് പറയും, ശരിക്കും അറബിയിലെ റാത്തിബ് എന്നാണ് പറയേണ്ടത്. മലയാളത്തിൽ ഇപ്പൊ നമ്മൾ മൗലൂദ് എന്നാവും. അത് അങ്ങനെ ചില ഭാഷകൾ മാറുമ്പോൾ ചില അക്ഷരലോപം സംഭവിക്കുക എന്നുള്ളത് സാധാരണ ഉള്ളതാണ്. ഇപ്പൊ മഹാത്മാഗാന്ധി എന്നുള്ളത് അറബിയാൾ പറയില്ല, എന്താ മഹാത്മാ ജാന്തി എന്നാ പറയാ. അവർ ഗാന്ധി എന്ന് പറയാറില്ല. അത് അങ്ങനെയുള്ള ചില ഭാഷാപരമായ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പൊ റാത്തീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുക എന്നാണ്. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വലിയ അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ ദിക്ർ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഇസാബ ഫീ മഅരിഫത്തി സ്വഹാബ എന്ന കിതാബിലും മറ്റനേകം കിതാബുകളിലും വിശദീകരിച്ചതാണ്. എന്താണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആളുകൾ ചെന്നിട്ട്, ഒരുപക്ഷം ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിഷം കുടിക്കുമോ? വിഷം കുടിക്കുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് വിഷം കൂടി കുടിച്ചു. അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. അത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിഷം കുടിക്കുന്നത് ഹറാമില്ല. ഏതുപോലെ ഈയുള്ളവൻ, നിങ്ങളോട് സംസാരിക്കുന്ന ഈയുള്ളവൻ ഈ സ്റ്റേജിൽ നിന്ന് തല കുത്തിയിട്ട് സ്വമേധയാ ഒരു സർക്കസ് കാണിക്കുന്നത് പോലെ ഞാൻ തല കുത്തിയാണ് മറിഞ്ഞു എന്ന് വിചാരിക്കാം. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന എന്നെ നിങ്ങൾ ആംബുലൻസിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും അല്ലെ? ശ്രീകണ്ഠാപുരത്തുകാർ കുടുങ്ങും. ഞാനത് ചെയ്യൽ ഹറാമാണ്. അതേ സമയത്ത് ശരീരത്തിന് നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ വീഴലോ ഹറാമില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫത്തുൽ മുഹ്താദിൽ ബാബുൽ മുനാവല വൽ മുസാബഖ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അമ്പെയ്ത്തിനെ പറ്റി പറയുന്ന അധ്യായം, മത്സരത്തിനെ പറ്റി പറയുന്ന അധ്യായം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ ഈ നിങ്ങൾ ചോദിച്ച ഈ മസാല വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഒരാൾക്ക് തന്റെ ശരീരത്തിനൊരു കേടും പറ്റുകയില്ല എന്ന് ഉറപ്പോ ബലമായ ധാരണയോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് മറ്റുള്ളവർക്ക് അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഹറാമില്ല. ഇമാം ഇബ്നു ഹജർ ഹൈത്തമി ശാഫിഈ മദ്ഹബിലെ ഉത്തരവാദപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതൻ പറയുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ റാത്തീബിന്റെ അഥവാ ദിക്റിന്റെ ആ ദിക്റിന്റെ അത്ഭുതങ്ങൾ കാരണത്താൽ ശരീരത്തിന് അപകടം വരികയില്ല എന്ന് ഉറപ്പോ ബലമായ ധാരണയോ ഉള്ള ആളുകളാണെങ്കിൽ ആ ആളുകൾക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് ഈ കാര്യം ചെയ്തതുപോലെ അത്തരം ആളുകൾക്ക് അത് ചെയ്യൽ അനുവദനീയമാണ്. അതേസമയത്ത് ചോദ്യകർത്താവായ നിങ്ങൾക്കോ മറുപടി പറയുന്ന എനിക്കോ ചിലപ്പോൾ അത് ചെയ്യൽ ഹറാമാവും. ഞാനും നിങ്ങളും യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കുത്തിയിട്ടുണ്ടെങ്കിലേ പിന്നെ ആ കുത്തിയ മുറി കൂട്ടാൻ വേണ്ടി നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അത്തരം ആളുകൾക്ക് ഹറാമാണ്, അല്ലാത്ത ഇത്തരം ആളുകൾക്ക് ഹറാമില്ല. അതുകൊണ്ടാണ് കുത്താറാത്തീബ് അതിന്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത് ഹറാമില്ല, അത് നിഷിദ്ധമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരെ ആ വിഷയത്തിൽ വിലക്കാത്തത്. പക്ഷേ അതിൽ അർഹതയില്ലാത്ത ആളുകള് അത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപകടം പറ്റുന്നുള്ള കാര്യം ഉറപ്പല്ലേ?
ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കും സുന്നികൾക്കും പഴയകാലത്ത് തർക്കമുണ്ടായിരുന്നില്ല. എന്റെ അടുക്കലുണ്ട് മക്തി തങ്ങളെ സംബന്ധിച്ചൊരു ചരിത്രം പറയുന്നുണ്ട്. മക്തി തങ്ങൾ പറഞ്ഞ മുജാഹിദ് വിഭാഗത്തിന്റെ ഒന്നാമത്തെ നേതാവാണ്, നമ്പർ ഫസ്റ്റ് നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ കുത്താറാത്തീബിന്റെ ഒരു സദസ്സിന് നേതൃത്വം വഹിച്ചതും അവിടെയുള്ള അത്ഭുതങ്ങൾ ഭരണാധികാരികൾക്ക് മുമ്പിൽ തെളിയിച്ചതുമായ മുജാഹിദിന്റെ അൽമനാറിലുള്ള ഒരു പത്രം അവർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില മുജാഹിദുകൾ ആളുകളിൽ വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില പ്രചാരണങ്ങളിൽ നമ്മൾ ആരും തന്നെ അകപ്പെടരുത് എന്നാണ് ആ ചോദ്യത്തിന് നമുക്ക് നൽകാനുള്ള മറുപടി. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ കബീർ പി ടി, സ്വദേശം പഴയങ്ങാടി. ഞാനൊരു മുസ്ലിമാണ്. എന്റെ ചോദ്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചതും മരണപ്പെട്ടതും ചരിത്രത്തിൽ രേഖപ്പെട്ട തീയതി. എനിക്ക് അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച തീയതി അതുപോലെ മരണപ്പെട്ട തീയതി വ്യക്തമായി ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് എവിടെ, ഏത് ഗ്രന്ഥത്തിൽ, എന്താണ് അതിന് ആധാരം എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് അതാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെയായിരിക്കും സൗകര്യം. പക്ഷെ സാധാരണക്കാരെ ആളുകളല്ല ശ്രോതാക്കൾ. അപ്പൊ അവരെ മാനിച്ചുകൊണ്ട് ഒരു ചോദ്യം, അതിന്റെ ആൻസർ, അതിന്റെ ക്ലിയറൻസിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ആൻസർ. മനസ്സിലായി? അപ്പോ നിങ്ങളുടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തീയതി, മരിച്ചതിനെ കുറിച്ചല്ലല്ലോ. മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്നുള്ളത് കുഴപ്പമുണ്ടോ? അതിലാർക്കും തർക്കമല്ലല്ലോ. അതിനും സംശയമുണ്ടോ? ഒന്ന് മൈക്കൊടുത്താൽ. മരിച്ചതിനെ കുറിച്ചാണോ ചോദ്യം? മരിച്ച ദിവസവും ജനിച്ച ദിവസവും. മരിച്ച ദിവസത്തിനെ കുറിച്ച് എനിക്ക് സംശയമില്ല. പക്ഷെ അതെവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുണ്ടാവല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിവസം റബീഉൽ അവ്വൽ 12-നാണ് മരണപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖപ്പെടുത്തിയതിന്റെ ആധാരവും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ദിവസത്തിലാണ് ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയതും അതിന്റെ ആധാരവും അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. അത് എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം അൽ ബിദായത്തു വൻ നിഹായ, ഇബ്നു കസീർ റളിയല്ലാഹുവിന്റെ ലോക മുസ്ലിമീങ്ങൾ ചരിത്ര രംഗത്ത് റസൂലിന്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവലംബിക്കുന്ന അൽ ബിദായത്തു വൻ നിഹായ. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾ റസൂലിന്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവലംബിക്കുന്ന താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന ഇമാം ഇബ്നു ജരീർ ത്വബരിയുടെ കിതാബ്. നിങ്ങളുടെ എല്ലാ കിതാബിലും പറഞ്ഞാണ്. താരീഖ് ഇബ്നു ഹിഷാം, താരീഖുൽ ഖമീസ്, അസ്സീറത്തുൽ ഹലബിയ്യ, അസ്സീറത്ത് 63-ാമത്തെ വയസ്സിൽ വഫാത്തായി ആർക്കും തർക്കമില്ല. വെറുതെ ഒരു പിന്നെ നിങ്ങൾ അതിലൊരു തർക്കം ഒരു മുസ്ലിം ലോകത്ത് ഇതുവരെ ആ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. അന്ന് തന്നെയാണോ മരിച്ചത് അതോ പിറ്റേന്നാണോ മരിച്ചത്, അങ്ങനെ തർക്കം നടന്നിട്ടില്ല. പിന്നെ ജനിച്ച വിഷയത്തെ കുറിച്ചാണ് ഇവിടുത്തെ മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ ഇപ്പോ എന്ന് പറഞ്ഞാല് ഒരു 1970-80-കൾക്ക് ശേഷം 10-60 കൊല്ലം അവർക്ക് ഇതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവരും റബീഉൽ അവ്വൽ 12 പുണ്യ ദിവസമാണ്, പുണ്യമാസമാണ്, ആഘോഷിക്കേണ്ടതാണ്. ആഘോഷം ലോകം മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാമും അതിന് ഭാഗമാക്കേണ്ടതാണ്. അതൊന്നുകൂടി പരിഷ്കരിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ന്യൂ ജനറേഷന്റെ വാദങ്ങളെ പോലെ വാദിച്ചിരുന്നവരാണ്. പിന്നെ എന്തോന്നറിയില്ല, പിന്നീട് അവർ കാല് മാറി ചവിട്ടിയിരിക്കുന്നു. അപ്പൊ അവര് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജനിച്ച ദിവസം ഏതാണ്, ആധികാരികമായ തെളിവുണ്ടോ? ഞാൻ പറയാം. സുമ്മൽ ജുംഹൂർ ഇസ്ലാമിക സമൂഹവും ഏതാ ഒറ്റപ്പെട്ട ചില ചരിത്രകാരന്മാർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി എന്നതൊഴികെ ഭൂരിപക്ഷം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. അതെന്ന് റബീഉൽ അവ്വൽ 12-നായിരുന്നു.
ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക ഹിസ്റ്ററിയുടെ അപ്പോസ്തലനം എന്ന് വെച്ചാൽ ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അവലംബിക്കുന്ന ഒരു ഇമാമിന്റെ പേരാണ് ഇബ്നു ഇസ്ഹാഖ്, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. അദ്ദേഹം അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. റവാഹു ഇബ്നു അബീ ശൈബ ഫീ മുസന്നഫിഹി, ഇമാം ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫ് ഇബ്നു അബീ ശൈബ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൻ അഫ്ഫാന അൻ സഈദ് ബിൻ മൈന അൻ ജാബിർ ബിൻ അബ്ബാസ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് എന്നീ രണ്ട് സ്വഹാബിമാർ പറയുന്നു, അന്നഹുമാ ഖാല ولد رسول الله صلى الله عليه وسلم عام الفيل, ആനക്കലഹം നടന്നല്ലോ. അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? കബാലയെ വിളിക്കാൻ വേണ്ടി വന്ന ആ സംഭവം ഉണ്ടായിരുന്നു, ആനക്കലഹം. ആ ആനക്കലഹ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. യൗമുൽ ഇസ്നൈൻ, അത് തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ മാസം ആണ് 12ാമത്തെ ദിവസം. വഫീഹി ബഇസ, അന്നാണ് റസൂലുള്ളാഹിക്ക് പ്രവാചകത്വം ലഭിച്ചത്. വഫീഹി ഉരിജ ബിഹി ഇലസ്സമാൻ, അന്നാണ് ആകാശാരോഹണം ഉണ്ടായത്. വഫീഹി ഹാജറ, അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത്. വഫീഹി മാത, അന്നാണ് റസൂലുള്ളാഹി വഫാത്തായത്. വഹാദ, ഈ പറഞ്ഞതാണ് ഹുവൽ മശ്ഹൂർ ഇൻദൽ ജംഹൂർ. ബഹുഭൂരിപക്ഷം 99% ആളുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതോ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ മൂലഗ്രന്ഥങ്ങളാണ്. അല്ലാതെ അവലംബയോഗ്യരായ ഇമാമുമാരാൽ വിരചിതമായ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പൊ അത് ആധികാരികമാണ്, റഫറൻസാണ്. حدثنا بن حميد قال حدثنا سلمة قال حدثني بن إسحاق قال ولد رسول الله صلى الله عليه وسلم يوم الاثنين, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. ആമൽ ഫീൽ, ആനക്കലഹ വർഷത്തിൽ. ലിസ്നതൈ അശ്റത മലത മിൻ ശഹർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം. മനസ്സിലായി? അത് ആധികാരികമാണ്, അതിൽ യാതൊരു സംശയമില്ല. അല്ലാതെ മൊയ്ലിയാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയതല്ല. സുഹൃത്തിന്റെ സംശയത്തിന് ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാം. ഞാൻ എന്റെ അടുത്ത ചോദ്യം ചോദിക്കാം. ഈ ചോദ്യം ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഞാന് നേരത്തെ ഉസ്താദ് പറഞ്ഞു മരിച്ച ദിവസം ചോദിച്ചതിനുള്ള ആധാരം എന്റെ രണ്ടാമത്തെ ചോദ്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നവർ അവകാശപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന് അനുഗ്രഹമായിട്ട് പിറക്കപ്പെട്ടതുകൊണ്ട് നബിദിനം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന്. അന്നേ ദിവസം തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്, ഒന്നാമത്തെ വസ്തുത. രണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബിദിനം ആഘോഷിച്ചതിനോ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ നബിദിനം ആഘോഷിച്ചതിനോ തെളിവുണ്ടോ? അതോടൊപ്പം എന്ന് മുതലാണ് ഇസ്ലാമിൽ അതല്ലെങ്കിൽ ഇന്ന് ആഘോഷിക്കുന്നത് പോലെ നബിദിനം ആഘോഷിച്ചു തുടങ്ങിയത് എന്നറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയതിലുള്ള ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാല് മുജാഹിദ എന്ന് പറഞ്ഞിട്ട് കുടുങ്ങും. കാരണം മുജാഹിദീങ്ങളാണ് കേരളത്തിൽ നബിദിനാഘോഷം ഇത്രയധികം കെങ്കേമമായി സുന്നികളെക്കാൾ ശക്തമായിട്ട് നബിദിനം ആഘോഷിച്ചവർ. ഞങ്ങളടുക്കൽ അതിന്റെ രേഖയിരിക്കുന്നുണ്ട്. 1920കളിൽ കടന്നു വന്ന വഹാബിസം, 1950 വരെ KM മൗലവിയും EK മൗലവിയും MCC മൗലവിയും അക്കാലത്തുള്ള സകല മൗലവിമാരും കൂട്ടുത്തരവാദിത്വത്തോടുകൂടി നബിദിനം ആഘോഷിക്കുകയും ആഘോഷിക്കേണ്ടതാണെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും തദടിസ്ഥാനത്തിൽ ജനങ്ങൾ ആഹ്വാനം പല മുജാഹിദുകളായ ആളുകളും അവരുടെ കേന്ദ്രങ്ങളിൽ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുജാഹിദാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷത്തിന് തെളിവ് ചോദിച്ചാൽ മുജാഹിദുകൾ അല്ലേ മേൽപോട്ട് തുപ്പിയിട്ട് ആ തുപ്പ് സ്വന്തം തലയിലേക്ക് തന്നെ കൊയിഞ്ഞു ചാടുന്ന അവസ്ഥ വരും. അതുകൊണ്ടായിരിക്കാം ഞാനൊരു മുസ്ലിമാണെന്ന് മാത്രമല്ല, ഞാൻ ഒരു സുന്നിയാണെങ്കിൽ ഞാനൊരു സുന്നിയാണ് എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കണം.
ഞാനൊരു മുസ്ലിമാണെന്ന് മാത്രമല്ല, സുന്നിയാണെങ്കിൽ സുന്നിയാണ്, മുജാഹിദിന്റെ ആശയക്കാരാണെങ്കിൽ മുജാഹിദാണ്. പക്ഷെ മുജാഹിദിന്റെ ആശയക്കാർക്ക് ഇപ്പൊ മുജാഹിദാന്ന് പറയാൻ കഴിയൂല. കാരണം അപ്പൊ ഏത് മുജാഹിദ് എന്ന് ചോദിക്കും. ജിന്ന് മുജാഹിദാണെങ്കിൽ അപ്പൊ അബ്ദുള്ള കോയ മദനി വരും, നീ കാഫിറാണ്. അബ്ദുള്ള കോയ മദനിയുടെ മുജാഹിദാണെങ്കിൽ ജിന്ന് മുജാഹിദ് പറയും, എടോ നീ കാഫിറാണ്, നീ നരകത്തിലാണ്, ഞാൻ സ്വർഗത്തിലാണ്. അപ്പൊ മറ്റോ പറയും, അല്ല ഇജ്ജ നരകത്തിൽ, ഞാൻ സ്വർഗത്തിലാണ്. ഇങ്ങനെ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ള തുലാസുമ്മ കടന്ന് കളിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഏറ്റവും വലിയത് സാധാരണ മുജാഹിദുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇപ്പോ റസൂലുള്ള വഫാത്തായ ദിവസമല്ലേ നബിനെ റബീഉൽ അവ്വൽ 12? അപ്പൊ വഫാത്തായ ദിവസത്തിൽ എങ്ങനെയാണ് ആഘോഷം വരിക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വഫാത്തായ ദിവസത്തിൽ എങ്ങനെയാണ് ആഘോഷം വരിക? അതിനാണ് ഇസ്ലാം നൽകുന്ന മറുപടിയാണ് ഞാൻ പറയുന്നത്. വഫാത്ത്, ഒരു മുസീബത്തിൽ ദുഃഖിക്കുക എന്ന പരിപാടി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അനിയന്ത്രിതമായി നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതിനെ ആചരിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. ഇസ്ലാമിൽ രണ്ട് ദുഃഖാചരണം മാത്രമേയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ചില വലിയ നേതാക്കന്മാര് മരിച്ചില്ലേ, കറുത്ത കൊടി പോസ്റ്റുമേൽ കെട്ടിക്കൊണ്ട് ആചരിക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവാറുണ്ട്. തെറ്റാണത്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും പാടില്ല, ഏതിന്റെ പേരിലായാലും പാടില്ല. മുസീബത്തിൽ ആചരണം പാടില്ല. രണ്ട് കാര്യത്തിലൊഴികെ. ആ രണ്ടും നമ്മുടെ കർട്ടനപ്പുറത്തുള്ള സ്ത്രീകൾക്ക് ബാധിച്ചതാണ്. ഒന്ന്, ഭർത്താവ് മരിച്ച ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കുമ്പോൾ ദുഃഖത്തിന്റെ ആചരണം അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ അതിന്റെ മസലകൾ വിശദീകരിക്കുന്നില്ല. 2, ഭർത്താവല്ലാത്ത മറ്റൊരാളാണ് മരിച്ചതെങ്കിൽ 3 ദിവസം വരെ ദുഃഖത്തിന്റെ ആചരണം അനുവദനീയമാണ്. സുഗന്ധമൊന്നും പൂശാതെ, നല്ല തുണിങ്ങുപ്പായൊന്നും എടുക്കാതെ ഉള്ള ആചരണം അനുവദനീയമാണ്. അപ്പോ നബി വഫാത്തായത് 12-നല്ലേ എങ്കിൽ പിന്നെ ജനിച്ച ദിവസവും 12-നാണ്, മരിച്ച ദിവസവും 12-നാണ്. അപ്പൊ സന്തോഷവും ദുഃഖവും കൂടി രണ്ടും കൂടി സംയുക്തമാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് സന്തോഷിക്കുക എന്ന് സാധാരണ നിങ്ങളുടെ ചോദ്യമാവില്ല, നിങ്ങൾ ആരിൽ നിന്നൊക്കെയോ കേട്ട ചോദ്യം ഇവിടെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമായിരിക്കും അല്ലേ? അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ സഹോദരന്റെ, അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം. ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ അടുത്ത ഭാഗത്തിൽ ഞാൻ പറയാം. അത് മൈക്ക് കൊടുത്താൽ അത് ക്ലിയർ ആണെന്ന് പറയാം. ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല തന്നെ പറയണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ സഹാബികളൊന്നും ദുഃഖം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരൊന്നും ഇല്ല, ആരും രേഖപ്പെടുത്തിയില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് ദുഃഖം വന്നിട്ടുണ്ട്. നബിയോടുള്ള മഹബത്തിന്റെ, അനുരാഗത്തിന്റെ ആ അഗ്നി അങ്ങോട്ട് ചൂടായതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലവനും പറയുകയാണെങ്കിൽ മാത്ത മുഹമ്മദുൻ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവന്റെ തല ഉടലിൽ നിന്ന് ഈ വാളുകൊണ്ട് ഞാൻ വേർപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് അവരുണ്ടാക്കിയതല്ല. അതിപ്പോ നമ്മളെ വാപ്പയും മരിച്ചാല് ആ ദുഃഖത്തിന്റെ ഭാരത്താൽ ചിലപ്പോൾ നമ്മൾ അനിയന്ത്രിതമായിട്ട് പലതും കാട്ടിപ്പോകും. അതിന്റെ ഭാഗമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായതിന്റെ ആ ദുഃഖത്തിന്റെ ഭാരത്താൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞാൽ പോലും തിരിച്ചറിയുമായിരുന്നില്ല. വലൈക്കും മുസ്സലാം എന്ന് പറയില്ല, ഏതോ ചിന്തയിൽ, ഏതോ ആലോചനയിൽ. അങ്ങനെ സ്വഹാബത്ത് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് പല സ്വഹാബിമാർ ദുഃഖത്തിന്റെ കാരണത്താൽ വഴിമാറിയിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൻഹി എന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് സ്വഹാബത്തിനെ സമാശ്വസിപ്പിക്കുകയാണ്. അവരുടെ മുമ്പിൽ ഗംഭീരമായൊരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിലൂടെ സ്വഹാബിമാരെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അല്ലാതെ മരിച്ചതിന്റെ പേരിൽ ദുഃഖം ഓട്ടോമാറ്റിക്കലല്ല, സ്വമേധയാ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ദുഃഖാചരണം ഒരു സ്വഹാബിയും ഉണ്ടാക്കിയിട്ടില്ല. അത് കാണിച്ചു തരാൻ കഴിയില്ല. ഒന്ന്, അവർക്ക് അങ്ങനെ വന്നുപോയിട്ടുണ്ട് അറിയാതെ. പിന്നെ
ഇവരെന്താ പറഞ്ഞത്? അപ്പൊ അതങ്ങനെയാണ് അതിന്റെ ആ വിഷയം. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ദുഃഖാചരണവും സന്തോഷവും കൂടി എങ്ങനെയാണ് ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടുക എന്ന ചോദ്യം സാധാരണ മുജാഹിദ് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് ഞങ്ങൾ നൽകിയ മറുപടി ക്ലിയർ അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞോളൂ, മൈക്കിൽ തന്നെ പറഞ്ഞോളൂ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം, നബിദിനം ആഘോഷം സ്വഹാബികളോ അല്ലെങ്കിൽ പിൻഗാമികളോ ചെയ്തിട്ടുണ്ടോ, അത് എന്നാണ് തുടങ്ങിയത് എന്നുള്ളതാണ്. നബിദിനം ആഘോഷം എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ മഹബ്ബത്ത് രേഖപ്പെടുത്തുക എന്നാണ്. സ്വഹാബത്തിന്റെ കാലത്ത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും, അതിൽ റബീഉൽ അവ്വൽ 12 ഉൾപ്പെട്ടു, അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉൾപ്പെട്ടു, അവർ അതിന്റെ പേരിൽ സന്തോഷിച്ചവരാണ്, മഹബ്ബത്ത് രേഖപ്പെടുത്തിയവരാണ്. അവരുടെ ആ മഹബ്ബത്ത് രേഖപ്പെടുത്തുന്ന രീതി, അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ സ്റ്റേജ് കെട്ടിയിട്ടോ മൈക്ക് കെട്ടിയിട്ടോ ഉള്ള രീതിയായിരുന്നില്ല. രീതിയിൽ മാറ്റമുണ്ട്, പക്ഷെ അടിസ്ഥാനത്തിൽ ഒന്നാണ്. ഏതുപോലെ നമ്മളിപ്പോ ഇങ്ങനൊരു ഈ മുഖാമുഖം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇത് ഇൽമിന്റെ മജ്ലിസാണെന്നാണ്, അല്ലേ? ഏറ്റവും വലിയ ഇബാദത്തും പരലോകത്ത് കൂലി കിട്ടുന്നതുമായ കാര്യം ഇൽമിന്റെ മജ്ലിസാണല്ലോ. ആ ഇൽമിന്റെ മജ്ലിസാണ് അഫ്ദലു ത്വാഅത്തി ഫഇന്ന മിൻ അഫ്ദലി ത്വാഅത്തി വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇൽമു കൊണ്ട് ശുഗലാവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന കാര്യം. ഇതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൽമു പറഞ്ഞു കൊടുക്കുന്ന രൂപമോ, അത് കേൾക്കുന്ന രൂപമോ, അത് പഠിക്കുന്ന രൂപമോ സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനം ഇൽമു പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇതവർ ചെയ്തിട്ടുണ്ട്. അതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കാലികമായ രൂപവും കാലികമായ ഭാവവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഓരോ കാലത്തിനും അല്ലാഹു തആല അനുവദിച്ച കാര്യമാണ്. ഇനി അത് റബീഉൽ അവ്വൽ 12 പ്രത്യേകമായിട്ട് അങ്ങനെ നടത്താൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? അതിനെന്താ തെളിവ്? അതിന് തെളിവുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇജ്മാഇൽ തെളിവുണ്ടോ? ഖിയാസിൽ തെളിവുണ്ടോ? ഇത് നാലും പരിശോധിക്കണം. അവർ ചെയ്തിട്ടുണ്ടോ, ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല, തെളിവുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ദിവസത്തെ നമ്മുടെ ഒരു ഉദ്യമത്തിന് വേണ്ടി സെലക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു, അതാണ് പരിശോധിക്കേണ്ടത്. ഇസ്ലാം എന്തു പറയുന്നു? ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മരണാസന്ന രോഗം അനുഭവപ്പെടുകയാണ്. നല്ലോണം ശ്രദ്ധിക്കണം, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. മരണാസന്ന രോഗം ആസന്നമാവുകയാണ്. ആ സന്ദർഭത്തിൽ മഹദിയായ പുത്രി ആയിഷ ബീവിയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അയ്യു യൗമിക്കും ഹാദാ? ആയിഷ ബീവി, ഇത് ഏതാ ദിവസം? ആയിഷ ബീവിന്റെ പ്രതികരണം യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ച ദിവസമാണ്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പ്രതികരിച്ചത്, എനിക്ക് ഇന്നു തന്നെ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്നു തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അന്ന് പകല് മരിച്ചില്ല, പിറ്റേന്നാളാണ് വഫാത്തായത്. അങ്ങനെയാണ് ചരിത്രം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ എന്ന അധ്യായത്തിലാണ് ഈ സംഭവമുള്ളത്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാർ പറയുന്നു, വഫീഹി ത്വലബു മുവാഫഖതി മാ വഅലിൽ അകാബിരി തബറുകം ബിദാലിക. എന്താ പറഞ്ഞത്? മഹാന്മാർക്ക് സംഭവിച്ചതായ ഒന്ന്, ആ ഒന്നിനെ നമ്മുടെ ഒരു അമലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കൽ അത് മത്ലൂബാണ്, ശറഇൽ അത് കൽപ്പിക്കപ്പെട്ടതാണ്, ബറക്കത്തെടുക്കാൻ വേണ്ടി എന്നതിന് ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് രേഖപ്പെടുത്തുക എന്നുള്ളത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാവാം,
സലാം പറഞ്ഞുകൊണ്ടാവാം, നബിയുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ടാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ആളുകളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആവാം. അതിനുവേണ്ടി 12-ന് പ്രത്യേകമായ ആ ദിവസത്തെ തന്നെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ടതാണ് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിശദീകരണം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അസ്ഖലാനി ഇമാമിനോട് ഈ നബിദിനാഘോഷത്തെ പറ്റി ചോദിച്ചപ്പോ നീണ്ട മറുപടിയിൽ അസ്ഖലാനി ഇമാം പറയുന്നുണ്ട്, റബീഉൽ അവ്വൽ 12-ന് തന്നെ ആഘോഷിക്കണം. അല്ലാത്ത മാസങ്ങളിലേക്കോ അല്ലാത്ത ദിവസങ്ങളിലേക്കോ ചേഞ്ച് ചെയ്താൽ അത്രത്തോളം ആ ഒരു ആവേശവും അത്രത്തോളം ആ ഒരു ഭക്തിയും ഇഖ്ലാസും മനസ്സിൽ വന്നോളണമെന്നില്ല. അപ്പൊ അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ നമുക്ക് ഉണ്ടാവാൻ 12-ന് തന്നെ ആഘോഷിക്കണം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാണ്. എന്താണ് ചോദ്യം? ഇസ്ലാമിൽ ഒരു കാര്യം സുന്നത്താണെന്നോ അനുവദനീയമാണെന്നോ മനസ്സിലാക്കാൻ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് ഈ 4-ൽ-1 പ്രമാണം വെച്ചുകൊണ്ട് ഇമാമുമാർ അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ സ്വഹാബത്ത് ചെയ്തോ താബിഈങ്ങൾ ചെയ്തോ, അവർ ചെയ്തോ ചെയ്തില്ലേ, ചരിത്രത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടാവാം, വരാതിരുന്നിട്ടുണ്ടാവാം. ഏതായാലും അടിസ്ഥാനപരമായിട്ട് അവരെല്ലാവരും ഇത് ചെയ്തതാണ്. പക്ഷെ അതിന്റെ കാലികമായ രൂപങ്ങൾ സ്വഹാബത്ത് ചെയ്തു എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഇതിന്റെ തത്വത്തിൽ, അതാ മലയാളത്തിൽ ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, തത്വത്തിൽ ഇതെല്ലാ സ്വഹാബികളും പ്രാവർത്തികമാക്കിയതാണ്. പക്ഷേ പ്രയോഗത്തിൽ അവരുടെ പ്രയോഗവും നമ്മുടെ പ്രയോഗവും തമ്മിൽ മാറ്റങ്ങളുണ്ടാകും. ഏതുപോലെ ദഅവത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം സ്വഹാബത്തിന്റെ രീതിയല്ല നമ്മുടേത്, നമ്മുടെ രീതിയല്ല സ്വഹാബത്തിന്റേത്. പക്ഷേ എവിടെയാണ് അത് രണ്ട് യോജിപ്പിക്കുന്നത്? തത്വത്തിൽ അതെല്ലാം ഒന്നാണ്. അപ്പൊ താത്വികമായി ഒന്നായ ഒരു വിഷയത്തിൽ പിന്നീട് ഇതവർ ചെയ്തിട്ടുണ്ടോ ഇതിവർ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത് തന്നെ അനിസ്ലാമികമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. ആ ചോദ്യം ഇസ്ലാമിക വിരുദ്ധമാണ്, അനിസ്ലാമികമാണ് ആ ചോദ്യം. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. എന്റെ പേര് റൌഫ്, ഞാൻ പഴയങ്ങാടിയാണ്. സുന്നി ആശയക്കാരൻ തന്നെയാണ്. പക്ഷെ ചില സുന്നി ആശയങ്ങളോട് മാനസികമായി തൃപ്തി, ഉദാഹരണത്തിന് ഉറൂസിന്റെ വേളയിൽ നടത്തുന്ന അന്നദാനം പോലുള്ള പരിപാടികളിൽ സ്ത്രീകളും പുരുഷകളും യോജിക്കുന്ന ഒരു ചുറ്റുപാട് പൊതുവെ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അത്തരം പരിപാടികളോട് താല്പര്യമില്ലാത്ത ഒരു സുന്നി പ്രവർത്തകർ. എന്റെ ചോദ്യം, ഉസ്താദ് എന്റെ സുഹൃത്ത് ചോദിച്ചതിന് മറുപടി നൽകി, ഇന്നവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീഉൽ അവ്വൽ 12 ജനിച്ചു സമ്മതിച്ചു. പ്രവാചകൻ അതിനുശേഷം നബുവത്തിന് ശേഷവും 23 വർഷത്തോളം ആ റബീഉൽ അവ്വൽ 12 കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകന്റെ ശേഷം 4 ഖലീഫമാരും ഹലോ നിങ്ങൾ ചോദ്യം കേട്ടോ, നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കുക, വിശദീകരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ചോദ്യം എന്താണെങ്കിൽ, നിങ്ങളിപ്പോ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ ഒരു വിഷയം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തുടങ്ങി, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് അന്നദാനം ചെയ്യുന്നത് എനിക്ക് യോജിപ്പില്ല. അപ്പൊ പിന്നെ അത് ചോദ്യമാക്കും, അല്ലെങ്കിൽ പിന്നെ ആ വിഷയം പറയരുത്. അങ്ങനെ അത് യോജിപ്പില്ല ഇത് യോജിപ്പില്ല, പിന്നെ ചോദ്യം വേറൊന്നാണ്. അങ്ങനെ അത് പരിചയപ്പെടുത്തണം, ഏതൊരു ആശയക്കാരനാണെന്ന രീതിയിൽ പരിചയപ്പെടുത്തണമെന്ന് ബഹുമാനനായ ഉസ്താദ് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മുജാഹിദോ ജമാഅത്തോ അത്തരം ആശയങ്ങളോട് താല്പര്യമില്ല. പക്ഷെ സുന്നിയാണ്, സുന്നി ആശയങ്ങൾ ചിലത് അത് ഉസ്താദിന് പറഞ്ഞോട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞൊരു വിഷയമാണ്. എന്റെ ചോദ്യം, ആ പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ആ പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് പറയുമ്പോ എല്ലാം പറയണം. അത് സുന്നി എന്ന നിലക്ക് നിങ്ങൾ വിശദീകരിക്കും. ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും എനിക്ക് യോജിപ്പില്ല എന്ന് പറയണം. അതുപോലെ ബസ്സിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള ആ ഒരു പരിപാടി എനിക്ക് യോജിപ്പില്ല, അതും പറയണം.
അതുപോലെ ക്യാമ്പസുകളിൽ സ്ത്രീ പുരുഷന്മാരുടെ ഇടകലർച്ച അതും യോജിപ്പില്ല. നമ്മുടെ വീടുകളിൽ നാത്തുമാരും മൂത്തച്ചിയാളും ഇളച്ചിയാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന മൈക്ക് ഞാൻ പറയുമ്പോൾ തരാം, എല്ലാം യോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ ഈ പറച്ചിൽ നിന്ന് നിങ്ങൾ സുന്നിയാളൊന്ന് തോണ്ടിയിട്ട് മറ്റേക്ക് കിടക്കുകയാണ്. അങ്ങനെ പറ്റില്ല. ഞാനൊരു സുന്നിയാണ്, പക്ഷെ സുന്നിയിൽ ഇങ്ങനെ കുഴപ്പമുണ്ട്. ഈ പറഞ്ഞ പ്രവണത എന്ന് പറഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ സംവിധാനിച്ച ഈ രീതി ഇവിടെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഒരു രീതി പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നില്ല. അതുപോലെ ചില ഉറൂസിന്റെ സദസ്സുകളിൽ നടക്കുന്നില്ല, മറ്റു ചില സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. അതൊക്കെ ശരിയാണ്. ഇപ്പൊ ഹജ്ജിന്റെ ഹറമിൽ പോലും നടക്കുന്നില്ല. ഹറമിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ട് നിസ്കരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായ ഹറമിൽ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഇടകലർന്നുകൊണ്ടുള്ള പരിപാടി? തവാഫ് ഉണ്ടായിരുന്നോ? സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള തവാഫ് ഉണ്ടായിരുന്നോ? നമ്മളെ കിതാബുകളിലൊക്കെ ഉള്ളത് എന്താണെന്നറിയോ? സ്ത്രീകൾ കുറെ അകലെ നിന്നുകൊണ്ട് ഒരിക്കലും കലരാത്ത രൂപത്തിലായിരുന്നു പഴയ കാലത്തൊക്കെ തവാഫ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് ഇസ്ലാമിന്റെ തന്നെയാണ്, പക്ഷേ ഇസ്ലാമിന്റെ ആ തവാഫിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ഒരു കുത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ സുന്നിയാണെങ്കിൽ ഞാനൊരു സുന്നിയാണ്. പിന്നെ ഈ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ സ്ത്രീ പുരുഷ സങ്കലനം നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുവാൻ വേണ്ടി, അത് നേർച്ചയിൽ മാത്രമല്ല, ബസ്സിൽ മാത്രമല്ല, ക്യാമ്പസിൽ മാത്രമല്ല, മുജാഹിദുകളുടെ സമ്മേളനങ്ങളിൽ മാത്രമല്ല, പരിശുദ്ധ ഹറമിൽ മാത്രമല്ല. പരിശുദ്ധ ഹറമിലൊക്കെ അവിടുത്തെ ഇമാമിങ്ങൾ പ്രസംഗത്തിൽ എന്താ പറയാറുള്ളത് അറിയോ? അവർ പറയും, പെണ്ണുങ്ങളെ, മക്കക്കാരായ പെണ്ണുങ്ങൾ ആരും നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമുക്ക് വരരുത്. പിന്നെ അന്യനാട്ടുകാരായ വിദേശ രാജ്യക്കാരായ പെണ്ണുങ്ങള് അവര് എന്ന് പറഞ്ഞാൽ അതിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും മറ്റു ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും ആകുമ്പോൾ അവർക്ക് അതിന് മിണ്ടാൻ പാടില്ല. അത് നമ്മളെ നാട്ടിലും പല കാര്യങ്ങളും നമ്മൾ മിണ്ടാതിരിക്കുന്നത് പോലെ അവിടുത്തെ ഇമാമികൾ മിണ്ടില്ല. പക്ഷേ ആ നാട്ടുകാരായ മക്ക സ്ത്രീകളോട് അവർ പറയാറുണ്ട്, ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ തവാഫിന് വേണ്ടി വന്നോളൂ, നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് വരരുത് എന്ന് അവിടുത്തെ ഇമാമിയങ്ങൾ ഉത്ബോധനം നടത്താറുണ്ട്. പക്ഷേ അത് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. നടക്കുന്ന നല്ല പെണ്ണുങ്ങളുണ്ടാവും, അത് അനുസരിക്കാത്ത പെണ്ണുങ്ങളുണ്ടാവും. എന്നതുപോലെ നമ്മൾ നടത്തുന്ന ചില കാര്യങ്ങളിൽ സങ്കലനം നടക്കാറുണ്ട്. അതിനെ നമ്മൾ നഖശികാന്തം എതിർക്കുന്നുമുണ്ട്. പക്ഷേ സുന്നികളോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചോദ്യത്തിൽ മറ്റുള്ളവർക്കൊരു തെറ്റിദ്ധാരണ കടന്നുകൂടും. ഇവിടെ സുന്നിയാളപ്പാടെ സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ വാക്താക്കളാണെന്ന് തോന്നിപ്പോ. അത് ലോകത്ത് നടക്കുന്ന പൊതു പ്രതിഭാസമാണ്. എല്ലാവരും ഒരുപോലെ അതിനെ എതിർക്കേണ്ടുന്നതും അതിനെ നിലക്ക് നിർത്തേണ്ടുന്നതുമായ ഒരു പൊതു സംരംഭമാണ്. അതിൽ സുന്നിയാളോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംസാരം തുടങ്ങാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ആരാണെന്നും ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണെന്നും മാത്രം പരിചയപ്പെടുത്തിയാൽ മതി. മറ്റുള്ള നിലക്ക് പരിചയപ്പെടുത്തുമ്പോൾ അത് ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ ചോദ്യം ചോദിച്ചോളൂ. ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പൊ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അഥവാ മുജാഹിദും അല്ല, ജമാഅത്തും അല്ല, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അത്തരക്കാരിൽ ഒരു സംശയമാണ് ഞാൻ ഉസ്താദ് സൂചിപ്പിച്ചത്. മുജാഹിദ് അവിടെ നിൽക്കുക. ആ പറഞ്ഞതിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട്, വളരെ തെറ്റാണ്. നിഷ്പക്ഷത എന്ന് പറഞ്ഞൊന്നും ഇസ്ലാമിലില്ല. ഒരു മുസ്ലിമിന് അത് പാടില്ല. ഒരു മുസ്ലിമിന് നിഷ്പക്ഷത പാടില്ല. കാരണം ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയും, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന അദ്ദൂ അലൈഹാ ബിന്നവാജിദി. അതാണ്. അഥവാ അഭിപ്രായ ഭിന്നത കാണുമ്പോൾ നബിയുടെയും സഹാബത്തിന്റെയും പാത പിന്തുടരുക എന്ന പക്ഷപാതിത്വമാണ് പുലർത്തേണ്ടത് ഒരു മുസ്ലിം. മനസ്സിലായോ? ഈ വിഷയത്തിൽ നമ്മുടെ ഭൗതികമായ കാര്യത്തിലുള്ള നിഷ്പക്ഷതയും പക്ഷപാതിത്വമല്ല, ദീനീ വിഷയത്തിൽ വ്യക്തമായ പക്ഷപാതിത്വം ഒരു മുസ്ലിമിന് വേണം. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവര് ശരിയായ മുസ്ലിമീങ്ങളല്ല. ആ പക്ഷത്ത് നിന്റെ സുഹൃത്ത് നിൽക്കരുത്. സുഹൃത്തിന് ഏതെങ്കിലും ഒരു പക്ഷം വേണം. അത് ഏതു പക്ഷത്താണ് നിൽക്കേണ്ടത് എന്നാണ് സുഹൃത്ത് അന്വേഷിക്കേണ്ടത്. എനിക്ക് ജമാഅത്തുമില്ല, മുജാഹിദില്ല, സുന്നിയില്ല, എന്നാ പിന്നെ സ്വർഗവും ഉണ്ടാവില്ല, നരകവും ഉണ്ടാവില്ല. ആ വാദം തന്നെ അപകടകരമായ വാദമാണത്. വ്യക്തമായ പക്ഷപാതിത്വത്തിന്റെ പ്രസ്ഥാനമാണ് ഇസ്ലാം. അതേതാണ് ആ പക്ഷപാതിത്വം? നബിയുടെയും സഹാബത്തിന്റെയും പാത. അല്ലാത്തതെല്ലാം വലിച്ചെറിയണം.
من سره أن يدخل الجنة في بحبوحة الجنة فليلزم الجماعة كما قال طه محمد رسول الله. സ്വർഗത്തിന്റെ നടുമധ്യത്തിൽ എത്തിപ്പെടണമെന്ന് വല്ലവനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൽ ജമാ എന്ന മുസ്ലിമിന്റെ മുഖ്യധാരയെ തന്നെ അവലംബിച്ചുകൊള്ളട്ടെ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം ഒരു കേവലം സുഹൃത്തിനോടുള്ള മറുപടി ആയിട്ടല്ല. ഇതേപോലെ പല ആളുകളും ഞങ്ങളോട് പല വേദികളിലും പറയാറുണ്ട്. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ നിഷ്പക്ഷത ഇസ്ലാമിലില്ല. അപകടകരമായ അന്ത്യത്തിലേക്ക് കലാശിക്കുന്ന നിഷ്പക്ഷതയാണ്. ഇവിടെ ഇസ്ലാമിന് പക്ഷതയാണുള്ളത്. ആ പക്ഷം സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കല്ല, ഇസ്ലാമിന് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യം ചോദിക്കൂ. അപ്പോൾ സ്വാഭാവികമായും പുത്തനാശയക്കാരോട് സുന്നി പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ അവരോട് സലാം ചെല്ലാനോ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ പാടില്ല എന്നതായിരിക്കും. പുത്തനാശയ പ്രസ്ഥാനക്കാരോട് സലാം ചെല്ലാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്. അതിന് മറുപടി ഇമാം നവവിയുടെ ഈ കിതാബ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഇമാം നവവി റഹിമഹുല്ലാഹുവിന്റെ കിതാബുൽ അദ്കാർ എന്ന കിതാബാണ്. ഈ കിതാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഇതിന്റെ 226-ാമത്തെ പേജിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഇതാ മറുപടി പറയുന്നു. 226-ാമത്തെ പേജ്. ഫസ്ലു, ഇതൊരു അധ്യായമാണ്. വ അമ്മൽ മുബ്തദിഉ, അപ്പോൾ പുത്തനാശയക്കാരെ, വമൻ ഇഖ്തറഫ ദംബൻ അദീമൻ വലം യതുബു മിൻഹു, അല്ലെങ്കിൽ വൻദോഷം പ്രവർത്തിച്ചു കള്ളൂടിയമാര്, ദുർനടപ്പുകാർ പോലുള്ള ആൾക്കാരില്ലേ, വേശ്യാവൃത്തിക്കാരൊക്കെ, അത്തരക്കാരായ ആളുകൾ അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഫയംബഗി അല്ലാ യുസല്ലമ അലൈഹിം, അവരുടെ മേൽ സലാം ചൊല്ലപ്പെടാതിരിക്കണം. വലാ യുറദ്ദ അലൈഹിമുസ്സലാം, അവരിങ്ങോട്ട് സലാം ചൊല്ലിയാൽ മടക്കപ്പെടാതിരിക്കുകയും വേണം. എന്നിട്ട് അതിന്റെ തെളിവ് പറയണം. കമാ ഖാലഹുൽ ബുഖാരിയു വഗൈറുഹു മിനൽ ഉലമാ, ഇത് ഇമാം ബുഖാരിയും മറ്റു ഉലമാക്കളും സമർത്ഥിച്ചിരിക്കുന്നു. വഹ്തജൽ ഇമാം അബു അബ്ദുല്ലാഹിൽ ബുഖാരി ഫി സഹീഹിഹി ഫി ഹാദിഹിൽ മസ്അലതി ബിമാ റുവീനാഹു ഫി സഹീഹയിൽ ബുഖാരി വ മുസ്ലിം ഫി ഖിസ്സത്തി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പേജുകളോളം നീണ്ട ഒരു നബിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം സഹീഹുൽ ബുഖാരി ഈ പറഞ്ഞ മസ്അലക്ക് തെളിവായിട്ട് തന്റെ ബുഖാരിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി തങ്ങൾ തന്റെ കിതാബുൽ അദ്കാറിൽ 226-ാമത്തെ പേജിൽ പറയാം. അപ്പൊ മുബ്തദിഈങ്ങൾ സലാം ചൊല്ലിയാൽ അവരോട് സലാം മടക്കണ്ട. അവരെ കണ്ടുമുട്ടിയാൽ അവരോട് സലാം അങ്ങോട്ട് ചെല്ലുകയും വേണ്ട. ഇതിന്റെ അർത്ഥം മുബ്തദിഈങ്ങൾ കാഫിറാണെന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആരും മനസ്സിലാക്കണ്ട. മുബ്തദി ആയതുകൊണ്ട് മാത്രം ഒരാൾ കാഫിറാകില്ല. നമ്മൾ ഒരാളെ വ്യക്തമായ, ഇപ്പൊ ഖാദിയാനികൾ നമ്മൾ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. കാരണം അത്രയും അവരുടെ ആശയം പൊതുജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ, ഈ കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ മനസ്സിലാകും വിധം അവരുടെ കുഫർ ഇവിടെ പരസ്യമായി വെളിവാക്കപ്പെട്ടു. അതുകൊണ്ട് അവർ കാഫിറായി. ചേകനൂർ മൗലവി കാഫിറാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട്? അയാളുടെ വാദം ഇവിടെ ഏതു സാധാരണക്കാർക്കും ആകുന്ന രൂപത്തിൽ പരസ്യമായി അറിയപ്പെട്ടതുകൊണ്ട് അയാൾ കാഫിറാണ്. ഇങ്ങനെ ഈ രൂപത്തില് ഒരു നിലക്കും നമുക്ക് ഒരു ന്യായവും പഴുതും കൊടുക്കാൻ പറ്റൂലെങ്കിൽ മാത്രമേ കാഫിർ എന്ന് നമ്മൾ പറയുള്ളൂ. അത് റസൂലുള്ളാഹിന്റെ കൽപ്പന. ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹ, ഒരു പഴുതുമില്ലാത്ത വിധം വെളിച്ചമായ കുഫർ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാഫിറെ മുശ്രിക്കേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ മുജാഹിദുകളും ജമാഅത്തുകാരും തബ്ലീഗുകാരൊക്കെ ചെയ്തതെന്താണ്? മഹാന്മാരോട് സഹായം ചോദിച്ചു എന്നത് അബൂജഹലിന്റെ പ്രവർത്തനമാണെന്ന കള്ളവാദം ലോകത്ത് കൊണ്ടുവരിക വഴി ലോകം മുസ്ലിമീങ്ങളെ, ജനകോടികളെ കാഫിറാക്കി, മുദ്രകുത്തി. ഇത് തെറ്റാണെന്ന് പറയാനാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഇമാം നവവി തങ്ങൾ നൽകി. മുബ്തദിഈനോട് സലാം പറയലാതി ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതാണ് അതിന് മറുപടി. എന്റെ പേര് ആഷിം, ചെങ്ങളായി സ്വദേശം. എന്റെ ചോദ്യം, ഇസ്തിഗാസ, അള്ളാഹുവിന് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന അത് ശിർക്കാണോ, അത് തൗഹീദാണോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന് എതിരാണോ? വളരെ വ്യക്തമായി ഉസ്താദ് മറുപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തമായിട്ട് തന്നെ മറുപടി പറയാം. ആഷിഖല്ലേ പേര്? ആഷിഖി എന്ന് പറയുന്ന ഈ സഹോദരന്റെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സംശയമാകില്ല.
ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്ന ഒരു സംശയം ഇവിടെ എടുത്തിട്ടതാവാനാണ് സാധ്യത. അള്ളാഹുവിന് പുറമേ ഔലിയാക്കളോട് സഹായം ചോദിക്കുക എന്നൊരു ഏർപ്പാടില്ല. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെ അബൂബക്കർ ദാരിമിയോട് സഹായം ചോദിക്കുക, അതൊരു മുസ്ലിം പറയില്ല. ഔലിയാക്കൾ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന് പുറമെ അബൂബക്കർ ദാരിമിയോട് സഹായം ചോദിക്കുക, അള്ളാഹു ഒഴികെ ആഷിഖിനോട് സഹായം ചോദിക്കുക, ഒരു ഭാര്യ അള്ളാഹുവിനെ ഒഴിച്ചിട്ട് ഭർത്താവിനോട് സഹായം ചോദിക്കുക, ഒരു രോഗി അള്ളാഹുവിനെ മാറ്റിവെച്ചിട്ട് ഡോക്ടറോട് സഹായം ചോദിക്കുക. ഇതൊരു മുസ്ലിമിന്റെ മനസ്സിൽ വരാത്തൊരു സങ്കല്പമാണ്. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു സങ്കല്പമല്ല. ഒരു മുസ്ലിമിന്റെ മനസ്സിലുള്ള സങ്കല്പം എന്താണ്? തന്റെ ആവശ്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുമ്പോഴും ആ ചോദ്യം അതിന്റെ സാക്ഷാൽ അത് ചെന്നുമുട്ടുന്നത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് രോഗി ഡോക്ടറോട് ചോദിച്ചാലും ഭാര്യ ഭർത്താവിനോട് ചോദിച്ചാലും ചോദ്യകർത്താവായ ആഷിഖ് അബൂബക്കർ ദാരിമിയായ എന്നോടോ അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് അബ്ദുൾ റഷീദ് സൈദിയോടോ അല്ലെങ്കിൽ സക്കരിയ ബാഖവിയോടോ മറ്റുള്ള ഉസ്താദുമാരോടോ ചോദിച്ചാലൊന്നും അള്ളാഹനെ മാറ്റിവെക്കുന്നില്ല. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നതും എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നതും ഭർത്താവ് സഹായിക്കുന്നതും ഡോക്ടർ ചികിത്സിക്കുന്നതും അധ്യാപകൻ പഠിപ്പിക്കുന്നതും മരം വെട്ടുകാരൻ മരം വെട്ടിത്തരുന്നതും എല്ലാം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാകുന്നു. ഈ വിശ്വാസമാണ് ഒരു മുസ്ലിം. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു, നിനക്കു മാത്രം ഇബാദത്ത് അർപ്പിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അപ്പോ നമ്മൾ തമ്മിൽ സഹായം ചോദിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞല്ലോ, ദുൽഖർനൈനി ആ നാട്ടുകാരോട് ചോദിച്ചു, അഈനൂനി ബിഖുവ, നിങ്ങൾ എന്നെ സഹായിക്കണേ നാട്ടുകാരോട്. ഇവിടെ അല്ലാത്ത നാട്ടുകാരോട് സഹായം ചോദിച്ചു എന്ന് ഒരു മുസ്ലിം പറയോ? ആര് സഹായിച്ചാലും ആരോട് ചോദിച്ചാലും ആ സഹായത്തിന്റെയും ആ ചോദ്യത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതാണ് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യത്തിലും. അവിടെ ഭൗതികം അഭൗതികം ഇങ്ങനൊരു വേർതിരിവ് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. അതുപോലെ ദൃശ്യം അദൃശ്യം ഇങ്ങനൊരു സെപ്പറേഷൻ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അത് പറയാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള വഹാബികളാ, അത് ഏറ്റുപാടിയത് നമ്മുടെ നാട്ടിലുള്ള മൗദൂദികളാ, അതിനെ പിന്നീട് ഏറ്റുപാടാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗുകാരാണ്. ഇവർ ഇസ്ലാമിന്റെ അന്തർധാരയായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ ഈ ആശയത്തെ ശക്തമായിട്ട് അവർ നിരാകരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയം ഉണ്ടായത്. അള്ളാഹു അല്ലാത്ത ഔലിയാക്കള്, അള്ളാഹു അല്ലാത്ത ഭർത്താവ്, അള്ളാഹു അല്ലാത്ത മരം വെട്ടുകാരൻ, അള്ളാഹു അല്ലാത്ത അബൂബക്കർ ദാരിമി, അള്ളാഹു അല്ലാത്ത അബ്ദുൾ റഷീദ് സൈദി, ഇങ്ങനെ ഒരു അള്ളാഹു അല്ലാത്ത എന്ന ഒരു ഏർപ്പാട് തന്നെ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഉദിക്കില്ല. ഇത് ഖുർആൻ നസാക്കിയതാ. ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചെന്ന ആശയമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ഇയ്യാക നസ്തഈൻ എന്നതിനോട് എതിരാണോ? അല്ല. അള്ളാഹു അല്ലാത്തൊരു ഔലിയാ എന്നൊരു സങ്കല്പം തന്നെ ഒരു മുസൽമാന്റെ മനസ്സിൽ ഉദിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഈ ചോദ്യം? അപ്പൊ വലിയനോട് ചോദിച്ചാലും നബിയോട് ചോദിച്ചാലും ഷെയ്ഖിനോട് ചോദിച്ചാലും നാം തമ്മിൽ ചോദിച്ചാലും എല്ലാം അത് ആ ചോദ്യത്തിന്റെ യഥാർത്ഥമായ ഉദ്ദേശ്യം അല്ലാഹുവാണ്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത് ഇയ്യാക നസ്തഈൻ. അല്ലാതെ ഔലിയാക്കളോട് ചോദിക്കാൻ പറ്റൂല, എന്നാ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റും എന്നല്ല. എന്താണ് ഔലിയാക്കന്മാരും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവർക്ക് കറാമത്തുണ്ടായി എന്നുള്ളതാണോ പ്രശ്നം? അള്ളാഹുവിന്റെ റസൂലിനോട് മുഅ്ജിസത്ത് സ്വഹാബത്ത് ചോദിച്ചിട്ടില്ലേ? നബിയെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാത്ത കഴിവ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ആസഫ് ഇബ്നു ബർഖിയ ഉൾക്കൊള്ളുന്ന സംഘത്തിനോട് ഒരു അഭൗമമായ അല്ലെങ്കിൽ അദൃശ്യമായ ഒരു സഹായം എത്തിച്ചു തരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? ഇത് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടമാണോ? അല്ല.
ഇതിനെ സംബന്ധിച്ച് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം എന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക വഴി ഇസ്ലാമിന്റെ മൂലവിശ്വാസത്തെ, ബേസിക് വിശ്വാസത്തെയാണ് മുജാഹിദുകളും ജമാഅത്തുകാരും തകർത്തെറിഞ്ഞത്. ഇത് നമ്മളെ മുസ്ലിമീങ്ങളായ ആൾക്കാർ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ദാരിമി ഉസ്താദ് പറഞ്ഞില്ല. ഇസ്തിഗാസക്ക് തെളിവായി ഖുർആനിലെ ആയത്തോ സഹീഹുൽ ബുഖാരി മുസ്ലിമിലെ ഹദീസോ ഉദ്ധരിക്കാമോ? അള്ളാഹു വിശുദ്ധ ഖുർആനിലെ തഫ്സീറിൽ വളരെ വ്യക്തമായിട്ട് വായിക്കാൻ കഴിഞ്ഞു. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ എന്നെ വിളിച്ച് സഹായം തേടും, ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾ ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവർ ഖിയാമത്ത് വരെ ഒരു ഉത്തരവ് നൽകൂല എന്ന ഖുർആനിൽ പല സൂക്തങ്ങളിലും കാണിച്ചുള്ളത്. അരിമ ഉസ്താദ് വ്യക്തമായി ഒരു മറുപടി പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാം. വ്യക്തമായിട്ട് തന്നെ മറുപടി പറയാം. നിങ്ങൾ ആ ഉദ്ധരിച്ച ആയത്തുകളൊന്നും ഇസ്തിഗാസയെ സംബന്ധിച്ചല്ല. അതായത് ഒരു മുസ്ലിം ഒരു വലിയനോടോ നബിയോടോ സഹായം ചോദിക്കുന്നതിനെ പറ്റിയല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം മറഞ്ഞ ഒരു വിഷയം എത്തിച്ചു തരുവാൻ വേണ്ടി സദസ്സിനോട് ആവശ്യപ്പെട്ടതിനെ കുറിച്ചല്ല. സ്വഹാബത്ത് മരിച്ചു കിടക്കുന്ന റസൂലിനോട് സഹായം ചോദിച്ച സംഭവങ്ങൾ നമ്മുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെ സഹായം ചോദിക്കുവാൻ വേണ്ടി സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. ഇതൊന്നും തന്നെ നിങ്ങൾ ഈ ഓതിയ ആയത്തിനോട് ഒരു ബന്ധവുമില്ല. വസ്തഗാസഹുല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ബനു ഇസ്രായേലുകാരൻ തന്റെ ശത്രുവായ ഖിബ്തി വംശജനെതിരിൽ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തു. ഖുർആൻ പറയാം ആ വിഷയം, ആ ഇസ്തിഗാസ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മുമ്പാകെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഖുർആൻ തന്നെ ഇസ്തിഗാസ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന ആശയം. അതാണ് സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ നേരത്തെ റഷീദ് സഈദിന്റെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ ഓതിയ ആയത്തിനോട് ബന്ധമല്ല. നിങ്ങൾ പറഞ്ഞ ആയത്ത് ഏതാ? നിങ്ങൾ അതിന്റെ മലയാളം പറഞ്ഞിട്ടാണ്, ഞാൻ അതിന്റെ അറബി പറയാം. ഒരു ആയത്തിന്റെ അറബി പറയാം. ലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിനോടൊപ്പം മറ്റാരോടും ദുആർക്കരുത്. നിങ്ങൾ പറഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ അർത്ഥം ഇനി മുതൽ എന്റെ സഹോദര വെച്ചു പോകരുത് കേട്ടോ. അതാണ് അന്ധമായി കണ്ണി കണ്ട മൗലവിമാര് പറയുന്ന പൊട്ട അർത്ഥങ്ങള് നമ്മൾ സ്വീകരിക്കരുത്. വിവരമില്ലാത്ത ജാഹിലീങ്ങളായ മൗലവിമാരുടെ അർത്ഥമല്ല സ്വീകരിക്കേണ്ടത്. ദുആ എന്ന് പറഞ്ഞാൽ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു അർത്ഥമല്ല. ദുആ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ വിളിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. രണ്ടാലേ അർത്ഥം. ഇവിടെ ഏതാണ് അർത്ഥം? ഈ ആയത്തില് ദുആ എന്ന് പറഞ്ഞാൽ ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. എന്താ ദുആ എന്ന് പറഞ്ഞാല്? അറബിയിൽ ദുആ, മലയാളത്തിൽ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ത്വലബുൽ അബ്ദി, അടിമ, മിർ റബ്ബിഹി, റബ്ബിനോട്, ഹവായിജഹു, ആവശ്യങ്ങൾ ചോദിക്കൽ. ഇതാണ് ദുആ. അടിമ ഉടമയായ റബ്ബിനോട് ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനെ പറ്റിയാണ് ദ്വാർക്ക. ഇന്ന് നമ്മളെ പരിപാടി തുടങ്ങിയപ്പോൾ ഇവിടെ ദ്വാർന്നില്ലേ? അത് അടിമയായ നിങ്ങൾ ഉടമയായ റബ്ബിനോടല്ലേ? അല്ലേ? ഉസ്താദ്മാർ പറയുന്നു അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നോക്കണേ. ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അവിടെ ദ്വാർന്നില്ലേ പള്ളിക്ക്? അത് അടിമയായ ഇമാമും മൗമൂമിങ്ങളും ഉടമയായ റബ്ബിനോടായിരുന്നില്ലേ? അതിനെ പറ്റിയ ദ്വാർക്ക എന്ന് പറയാം. അല്ലാതെ ഇസ്തിഗാസയെ പറ്റിയല്ല. ആരാത് ഇസ്തിഗാസനെ പറ്റിയാണെന്ന് പറഞ്ഞത്? ഇവിടുത്തെ മുജാഹിദീങ്ങളല്ലാതെ. മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ദുആണ്, പ്രാർത്ഥന എന്നതിനെ പറ്റി പറയും. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജു, കേവല ശബ്ദ താരാവലി. എന്താണ് അതിന്റെ രചയിതാവിന്റെ പേരെന്താ? ഏതോ രത്നാകരനാണ്. എന്തോ രത്നാകരനോ പ്രഭാകരനോ ഏതൊരാള്. ഏതായാലും മലയാള ഭാഷയിൽ ഭാഷ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു റെഫറൻസ് ആണ് ശബ്ദധാരാവലി. അതിൽ പോലും പ്രാർത്ഥനന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്താ അർത്ഥം കൊടുത്തിട്ടുള്ളത്? ഈശ്വരനോട് നടത്തുന്ന അപേക്ഷ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇലാഹ് അല്ലെങ്കിൽ റബ്ബ്. ഈശ്വരനോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ് പ്രാർത്ഥന എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വലിയനോട് സഹായം ചോദിക്കുന്നത് ഈശ്വരനോട് നടത്തുന്ന പ്രാർത്ഥനയാണോ? ആരാ ഇത് പറഞ്ഞത്?
ഇവിടെയാണ് മുജാഹിദുകൾക്ക് അബദ്ധം പറ്റിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഗ്ലാസ്സിലെ വെള്ളം, ബിസ്മില്ലാഹിർ റഹ്മാൻ, ഈ ഗ്ലാസ്സിലെ വെള്ളം, ഇത് വെള്ളം നിങ്ങൾക്കറിയാലോ, ഈ സദസ്യർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് വെള്ളമാണെന്ന്. ഞാൻ ഇപ്പോൾ ഈ വെള്ളം, പക്ഷെ ഇതിൽ പ്രാണി വീണിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് പറഞ്ഞു. ഇതിപ്പോ ഞാൻ സൗകര്യത്തിന് വേണ്ടി നിന്ന് കുടിക്കുകയാണ്. ബിസ്മില്ല. ഇപ്പോ ആഷിക്ക് പറയാണ്, മൊയ്ലേര് കള്ളു കുടിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞില്ലേ കള്ളു കുടിക്കാൻ പാടില്ലാന്ന്? റസൂലുള്ള പഠിപ്പിച്ചില്ലേ കള്ളു കുടിക്കാൻ പാടില്ലാന്ന്? സർവ്വ മതങ്ങളും കള്ളിനെതിരല്ലേ? ഇന്ത്യൻ നിയമം കള്ളിനെതിരല്ലേ? ഈ മൊയ്ലേരിത കള്ളു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കള്ളാണോ? ഇത് വെള്ളല്ലേ? വെള്ളത്തിന് കള്ള് എന്ന് പേരിടാം, എന്നിട്ട് കള്ളുകൂടി ഹറാമാന്ന് പറയാം, എന്നിട്ട് പച്ചവെള്ളം കുടിച്ചോലെ പറ്റി കള്ളുടിയമാരെന്ന് പറയാം. ഇത് പറ്റുമോ? ഇതേ തന്ത്രമാണ് മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്തിഗാസയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയാം, പ്രാർത്ഥന പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തോന്നിവാസമാണ് 1920-കൾക്ക് ശേഷം ഇവിടെ വഹാബികൾ ആരംഭിച്ചത്. പക്ഷേ ഇന്ന് ആ തോന്നിവാസം അവരെ തന്നെ തിരിഞ്ഞുകുത്തി. ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത്, കേന്നമുകാർ പറയുന്നു സക്കരിയ പക്ഷം അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സക്കരിയ പക്ഷം പറയുന്നത് എന്താ? 2013 ഒക്ടോബറിലൊക്കെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയില്ലേ, ശിർക്കാരോപകർ ശിർക്കിന്റെ പടുകുഴിയിൽ, ഞങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ നിങ്ങളാ മുശ്രിക്കീങ്ങള്. അപ്പൊ മടവൂരിയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും മുശ്രിക്കീങ്ങളാണ്. അപ്പൊ മടവൂരിയാളോട് തിരിച്ചിക്കൂട്ടിട്ട് പറഞ്ഞു അല്ല നിങ്ങളാ മുശ്രിക്കീങ്ങള്. പിന്നെ ആരാണ്? CH മുഹമ്മദ് കോയ സാഹിബിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം മഹാനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, കല്ലു കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരേക്കുമുള്ള 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നവരിൽ നിന്ന് ഈ സമുദായത്തെ മാറ്റിവെക്കുന്ന ആശയമെന്ന് പറയുന്നത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസം. ഈ ഭൂമുഖത്ത് മുവഹിദീങ്ങളായി ജീവിക്കുന്ന ഈ മുസ്ലിം സമുദായത്തെ എന്നിട്ട് അവരുടെ തൗഹീദിനെ കുറിച്ച് ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന മാത്രം ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയെ നടുറോട്ടിലിട്ട് വ്യഭിചരിച്ചാൽ പോലും ഈ തോന്നിവാസത്തിന്റെ അത്രമാത്രം ശിക്ഷ പടച്ചോൻ കൊടുക്കൂല. മുജാഹിദുകൾ നടത്തുന്ന ഈ തോന്നിവാസം ഉണ്ടല്ലോ, ഇസ്തിഗാസയെ പ്രാർത്ഥന എന്ന് പേരിട്ടിട്ട് ശിർക്കാക്കുന്ന ഈ തോന്നിവാസത്തിന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ, ആ മുജാഹിദ് സ്വന്തം മാതാവിനെ പെറ്റുമ്മയെ നടുറോട്ടിലിട്ട് ജനമധ്യത്തിൽ പരസ്യമായി ലൈംഗിക വീഴ്ച നടത്തിയാൽ പോലും പടച്ചോൻ കൊടുക്കൂല. അതൊക്കെ അതിന്റെ താഴെ വരുള്ളൂ. ആ അത്രമാത്രം വലിയ തോന്നിവാസമാണ് എന്റെ സഹോദരന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ്, പഴയങ്ങാടി സ്വദേശി. വുദൂ ചെയ്ത് സ്വന്തം ഭാര്യയെ സ്പർശിച്ചാൽ വുദൂ മുറിയുമോ? വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടോ? വുദൂ ചെയ്തതിന് ശേഷം സ്വന്തം ഭാര്യ എന്നല്ല മഹറമല്ലാത്ത ഏതു പെണ്ണിനെ സ്പർശിച്ചാലും വുദൂ മുറിയും. അത് വുദൂ മുറിയുന്ന കാര്യങ്ങളിൽ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ 4. ഒന്ന്, രണ്ടാലൊരു വഴിയിലൂടെ. രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയും ഇറങ്ങുന്ന വഴിയും എന്നല്ല കേട്ടോ. രണ്ടാല് വഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? ആ വഴിയിലൂടെ വല്ലതും പുറപ്പെടുക. രണ്ടാമത്തത്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊലി തമ്മിൽ, മെഹറമുകളല്ലാത്ത സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊലി തമ്മിൽ ചേരുക. മനുഷ്യന്റെ ഗുഹ്യഭാഗം മുൻകൈയിന്റെ പള്ള കൊണ്ട് സ്പർശിക്കുക. ഉറക്കം പോലോത്തതുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഈ 4 കാര്യത്തിൽ നിങ്ങൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യവും എണ്ണിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, സുന്നി ആശയമുള്ള ഒരു കുട്ടിയെ, സ്ത്രീയെ, മുജാഹിദ് ആശയമുള്ള ഒരാൾ വിവാഹം ചെയ്യുകയും ആ കുട്ടി ഉദൂ ചെയ്ത് നിസ്കാരത്തിന് പോകുന്ന സമയത്ത്
ഈ മുജാഹിദ് ആശയക്കാരനായ വ്യക്തി ആ സ്ത്രീയെ സ്പർശിക്കുകയും അവരോട് പറയും നീ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യണം? ആ നിസ്കാരം സഹിഹാകുമോ? അല്ല, അതിന്റെ ഹുക്മ് എന്താണ്? പറയാം. സുന്നി ആശയക്കാരനായ ഭർത്താവും മുജാഹിദ് ആശയക്കാരനായ ഭാര്യയും, അല്ലേ? അത് തിരിച്ചാ അങ്ങനെ തന്നെയല്ലേ? സുന്നി ആശയക്കാരൻ ഹസ്ബൻഡ്, സുന്നി ആശയക്കാരൻ, ഭർത്താവ് മുജാഹിദ് ആശയക്കാരൻ, അങ്ങനെയാണല്ലേ? ഭാര്യ സുന്നി ആശയക്കാരനും അങ്ങനെയാണ്. പെണ്ണ് സുന്നി ആശയം എന്ന് പറഞ്ഞാല് സുന്നി ആവണമെന്നുണ്ടെങ്കിൽ നാലാലൊരു മദ്ഹബ് പിൻപറ്റണം, അപ്പോഴേ സുന്നിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സുന്നികൾ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബുകാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൾ ഷാഫിഈ മദ്ഹബുകാരിയായിരിക്കും. ഷാഫി മദ്ഹബുകാരിയായ ഒരു സ്ത്രീ ഒതുടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഭർത്താവ് വന്നിട്ട് ആ സമയത്താണ് ആ ചെങ്ങൈക്ക് അണച്ചു കൂട്ടിപ്പിടിക്കാനുള്ള ഒരു ടൈം. എന്തെല്ലാം ടൈമുണ്ട്? ഏതായാലും ഓൻ ആ സമയത്ത് വന്നിട്ടാണ് തൊട്ടാൽ അവൻ ഒതുണ്ടാക്കണം, എന്നിട്ട് ഒതുമടക്കണം, എന്നിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹല്ല എന്നാണ് അതിന്റെ ഹുക്ം. അസ്സലാമു അലൈക്കും. ഞാൻ ശ്രീകണ്ഠപുരംകാരൻ അബൂബക്കർ സിദ്ദീഖാണ്. തബ്ലീഗ് ജമാഅത്തിൽ കൂടാൻ പറ്റുമോ? തബ്ലീഗ് ജമാഅത്തിൽ കൂടാൻ പാടില്ല, തെറ്റാണ്. അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനുള്ള സൗകര്യം നൽകുന്നതിൽ സമസ്തയുടെ നിലപാടെന്താ? നമ്മുടെ സുന്നി പള്ളികളിൽ അവർക്ക് ക്ലാസ് എടുക്കുവാൻ വേണ്ടി നമ്മുടെ പള്ളിയിൽ സൗകര്യപ്പെടുത്താൻ പാടില്ല എന്നാണ് സമസ്തയുടെ നിലപാട്. അതേ സമയത്ത് അവർ നിസ്കരിച്ചു പോകുന്നതിനെ വിലക്കാനും പാടില്ല. അവർ നിസ്കരിച്ച് ഇറങ്ങിപ്പോകാം. അതിനുള്ള തെളിവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വിപ്ലവമായിട്ട് വന്ന ആളുകൾ ബുഗാത്ത്, ആ വിപ്ലവകാരികളോട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഞങ്ങളെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിനെ ഞങ്ങൾ തടയൂല. അതേ ഞങ്ങൾ എതിരാളിച്ചല്ലോ, യുദ്ധം ചെയ്തിട്ട് നിങ്ങളെ ചെറുത്ത് ഞങ്ങൾ തോൽപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ അതേ ആശയ സംഹിതയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു, പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് നമ്മളെ വിലക്കൂല. നിസ്കരിക്കാൻ ഇപ്പൊ മുജാഹിദ് വരും, ജമാഅത്ത് വരും, സുന്നി വരും, ചിലപ്പോ ഖാദിയാനി തന്നെ വന്നുകൂടായൊന്നുമില്ല. ഖാദിയാനി കാഫിറാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിക്കൂല. അല്ലാതെ വന്നൊക്കെയാണെങ്കിൽ നിസ്കരിച്ചിറങ്ങി പോകുമ്പോൾ നമ്മളിപ്പോ അത് ചുഴിന്ന് അന്വേഷിക്കൊന്നുമില്ല. അതേ സമയത്ത് അവരുടെ ബിദ്ഈ ആശയ പ്രചാരണത്തിനുള്ള ക്ലാസുകൾ നമ്മുടെ പള്ളിയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പാടില്ല എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നിലപാട്. മുജാഹിദ് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന ആൾക്കാർ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറിന് ഒരു മഹത്വമില്ല. അതായത് റസൂലിന്റെ മുടിക്ക് അല്ലെങ്കിൽ റസൂലിന്റെ തൊപ്പിക്ക് റസൂലിന്റെ മരണശേഷം ഒരു മഹത്വവുമില്ല എന്ന് മുജാഹിദ് ആശയക്കാർ പറയുന്നു. അപ്പോ സുന്നികൾ പറയുന്നത് അതിന് മഹത്വമുണ്ട്. അതിന്റെ പ്രമാണം എന്താ, അല്ലെങ്കിൽ അതിന്റെ തെളിവായിട്ട് എന്താണ് പറയുന്നത്? ഇസ്ലാമിൽ എന്താണ് അതിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാം. ഇസ്ലാം പറയുന്നത് സുന്നി ആശയമാണ്. ഇസ്ലാം പറയുന്നത് സുന്നി ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തിനും മഹത്വമുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. എത്ര തെളിവുകളുണ്ട്! അഹ്ലുസുന്നയുടെ ഈ ആശയത്തിന്റെ പ്രമാണം എത്രയധികം വിശദീകരിക്കാനുണ്ട്. ഒരുപാട് എനിക്ക് പറയാം, നൂറുകണക്കിനൊക്കെ എനിക്ക് പറയാം. ആ ടോപ്പിൽ തുറന്ന് സ്വഹീഹുൽ ബുഖാരി കൊണ്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞു തീരാനാവാത്ത വിധങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ പറയാം. ഒരു ഹദീസ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം ഭൂമിക്ക് പോലും കേടുവരുത്താൻ കഴിയൂല. അത്ര പുണ്യമുള്ളതാണ് പ്രവാചകന്മാരുടെ ശരീരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറത്തുൽ ഖദായിലും അതുപോലെ ഹുദൈബിയയിലും അതുപോലെ ഹജ്ജത്തുൽ വദായിലും മറ്റൊരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 തവണ മുടി മൊട്ടയടിക്കുകയുണ്ടായി. ഈ 4 തവണയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വഹാബത്തിന് വിതരണം ചെയ്തു. എന്നിട്ട് ആ സ്വഹാബിമാർ അത് വെച്ചു. ബുഖാരിയിൽ കാണാം,
അതിനെ അവർ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ചു. അവർക്ക് ദീനം വന്നാൽ, അസുഖം വന്നാൽ, രോഗത്തിന്റെ ശിഫയ്ക്ക് വേണ്ടി അവർ അത് ഉപയോഗിച്ചു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പായിട്ട് കൂടെയുള്ള ആളുകളോട് വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചുപോയാൽ എന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഏതാനും ചില മുടികളും ഏതാനും നഖങ്ങളുമുണ്ട്. അത് എന്റെ കഫംപുടയിൽ നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം, എനിക്ക് ഖബറിൽ രക്ഷ കിട്ടാൻ വേണ്ടി. ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നെടുത്ത തന്റെ മൂക്കിൽ നിന്നുള്ള ശ്ലേഷ്മം, ഇനി നമ്മളെന്താ പറയാ, മൂക്കട്ടാണോ അല്ലെങ്കിൽ തുപ്പലം, അത് ഭൂമിയിലേക്ക് വീഴാൻ അനുവദിക്കാതെ യുദ്ധസമാനമായ സാഹചര്യ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് സ്വഹാബിമാർ അതിനെ വാരിപ്പുണരുകയും സ്വദേഹങ്ങളിൽ പുരട്ടുകയും ചെയ്തു. കിട്ടാത്ത ആളുകൾ പുരട്ടിയവരുടെ ശരീരത്തിൽ അല്പം തടവിക്കൊണ്ട് ആ കൈകൊണ്ട് പുരട്ടി. മദീനയിലേക്ക് ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മദീനാവാസികൾ എല്ലാവരും തങ്ങളുടെ കുട്ടികളുമായിട്ട് ചെല്ലുകയാണ്. റസൂലുള്ള അവരുടെ പാത്രങ്ങളിൽ കൈയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പാത്രങ്ങളിലുള്ള വെള്ളം അവര് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടി? നർജു ബറകതഹു ലിസിബിയാനിനാ, ആ ഞങ്ങളുടെ കുട്ടികൾക്ക് അതിന്റെ ബറക്കത്ത് കൊടുക്കാൻ വേണ്ടി. ഫഇന്നഹു അത്യബുത്തീബ്, ലോകത്തെ സകല സുഗന്ധങ്ങളെക്കാളും വലിയ സുഗന്ധമാണത് എന്നൊക്കെ സഹാബിമാർ പറഞ്ഞതായിട്ട് ബുഖാരിയിലൊക്കെ ഉണ്ട്. എത്രത്തോളം ഒരു സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി മൂത്രമൊഴിച്ചപ്പോൾ അത് അകലെ കൊണ്ടൊഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ബറക്ക എന്ന് പറയുന്ന ആ സഹോദരിയോട് അത് അകലെ ഒഴിവാക്കാൻ വേണ്ടി, ആരും കാണാത്തിടത്ത് ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും, ബറക്ക അത് കൊണ്ടുപോയി നല്ല ദാഹം അങ്ങോട്ട് കുടിച്ചു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഈ ഹദീസ് സഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആണ്ട് കുടിച്ചു. എവിടെ ബറക്ക നീ മൂത്രം കൊണ്ടേ ഒഴിവാക്കിയത്? അത് ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നബിയെ. അതാരും കാണാത്ത എന്റെ വയറ്റിലേക്ക്. എന്നാൽ ഇനി നിന്റെ വയറിനെ ഒരസുഖവും പിടിപെടുകയില്ല. കമാ ഖാല ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ അത് വിചാരിച്ച് നമ്മളെ തീട്ടും മൂത്രമൊന്നും അങ്ങനെ കുടിച്ചാൻ കൊടുക്കണ്ട കേട്ടോ. ഞാനും നിങ്ങളും സാധാരണക്കാരനാണ്, അല്ലാഹുവിന്റെ റസൂൽ അസാധാരണക്കാരനാണ്. അള്ളാന്റെ റസൂലിന് അസാധാരണത്വമില്ല. നമ്മളെപ്പോലത്തെ ഒരു ഉമ്മാക്കും ബാപ്പാക്കും പിറന്ന ഒരാള് എന്നതിൽ കവിഞ്ഞ പ്രത്യേകതയില്ല. ആകെയുള്ള പ്രത്യേകത 40 മുതൽ 63 വയസ്സുവരേക്കുമുള്ള റിസാലത്തിന്റെയും നുബുവത്തിന്റെയും ഔദ്യോഗികത എന്നതിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയും നമ്മൾ അപേക്ഷിച്ച് റസൂലിനില്ല എന്ന വാദവുമായിട്ട് വഹാബികളും മൗദൂദികളും കടന്നു വരിക വഴി പുത്തൻ വാദമാണ് അവരുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. നരകത്തിലേക്കുള്ള പാലം വലിച്ചു വെക്കുന്ന വാദമാണ്. അല്ലാഹു അത്തരക്കാരുടെ വാദങ്ങളിൽ നമ്മളെയും നമ്മളെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ മുടികൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, എന്റെ കയ്യിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് കിട്ടി. അങ്ങനെ കുറച്ചൊരു 5 വർഷം ഞാനത് സൂക്ഷിച്ചു. അതിന്റെ ബർക്കത്തെടുക്കാൻ എല്ലാവർക്കും കൊടുത്തു. അതിന്റെ വെള്ളമോ അതിന്റെ ബർക്കത്തെടുക്കാനോ ഞാൻ ആൾക്കാർക്ക് നൽകി. 5 വർഷം കഴിഞ്ഞിട്ട് ആ മുടി കളവാണ് എന്ന് വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ മുടിയുടെ ബർക്കത്ത് കബീർ അവിടെ നിൽക്കി. മുജാഹിദ്, ജമാഅത്ത്, സുന്നി ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇന്നിവിടെ ചർച്ച. മുജാഹിദ്, ജമാഅത്ത്, സുന്നി ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരു മുടി കൊടുന്നു, ആ മുടി 5-8 കൊല്ലം കഴിഞ്ഞു, പിന്നെ എങ്ങനെയായി. അപ്പൊ എന്ത്? ഇത് സുന്നി മുജാഹിദിന്റെ ഇടയിൽ തർക്കമല്ല. സുന്നിയുടെയും മുജാഹിദിന്റെ ഇടയിൽ തർക്കം റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തുണ്ടോ ഇല്ലേ. ബർക്കത്തുള്ള മുടി പിന്നെ എന്ത് കാണിക്കണം? അത് വേറെ കാര്യമാണ്. അത് സുന്നിയുടെയും മുജാഹിദിന്റെ ഇടയിലെ തർക്കമല്ല. ആ തർക്കം മാത്രം ചോദിച്ചാൽ മതി. അതിന് വ്യക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടി ഇവിടെ നൽകും. അല്ലാതെ ബർക്കത്തുണ്ടെന്ന് അംഗീകരിക്കുന്ന സുന്നി, പിന്നെ ആ സുന്നി പിന്നെ അതെന്ത് ചെയ്യണ്ട, അത് വിധേയങ്ങളുമായുള്ള ചർച്ചയല്ല. ആദ്യം ബർക്കത്തുണ്ടോ അല്ലേ അത് അംഗീകരിക്കട്ടെ. ബർക്കത്തുണ്ടെന്ന് മുജാഹിദ് അംഗീകരിക്കുന്നോ ഉണ്ടെങ്കിൽ അത് പറയണം.
അതിന് പുണ്യമുണ്ടെന്ന് അംഗീകരിക്കുന്നു. അത് മുജാഹിദും സുന്നികളും തമ്മിലുള്ള തർക്കം. ആ തർക്കത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം, അതാണ് ഇവിടെ ചോദിക്കേണ്ടത്. അതിനുള്ള മറുപടി ആയിരിക്കും ഇവിടെ നൽകുക. അല്ലാത്ത ഒരു ചോദ്യവും ഇവിടെ അനുവദിക്കുന്നതല്ല. അസ്സലാമു അലൈക്കും. എന്റെ ഒരു സജ്ജാദ് സുന്നി പ്രവർത്തനമാണ്, ഇവിടെ ശ്രീനഗരത്താണ്. എന്റെ ചോദ്യം ഇതാണ്: ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പണ്ടുള്ള ഉസ്താദുമാർക്ക് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ബഹുമാനപ്പെട്ട KV കൂരൻ ഉസ്താദ് തഫ്സീർ എഴുതി. അതുപോലെ തന്നെ പല സുന്നി പണ്ഡിതന്മാരും ഈ ഖുർആൻ പരിഭാഷ ഇറക്കി. എന്നാൽ ഇതിന് നജീബി മൗലവി പോലത്തെ പണ്ഡിതന്മാർ പറയുന്നത് ഹറാമാണ്. ഇതിന്റെ ഒരു വിധി ഒന്ന് വിശദീകരിക്കും. പറയാം. ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് അന്ന് മുതൽക്ക് ഇന്ന് വരേക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ട് അഭിപ്രായത്തിനും അതിൻ്റെതായ ന്യായങ്ങളും അന്യായങ്ങളുമുണ്ട്. അതൊരു പണ്ഡിതോചിതമായ മറ്റൊരു ചർച്ചയാണ്. പരിഭാഷ ഹറാമാണെന്ന് പറയുന്നവർ പറയുന്നത്, പരിഭാഷ ഹറാമാണെന്ന്, ഇത് സമസ്തയുടെ ഔദ്യോഗിക തീരുമാനമൊന്നുമല്ല കേട്ടോ. സമസ്ത ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുടെ തീരുമാനമല്ല പറയുന്നത്. സംഘടനയുടെ അകത്തുള്ള പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് അന്നും ഇന്നുമുണ്ട്. ഹറാമാണെന്ന് പറയുന്നവർ പറയുന്നത്, ഇന്ന് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉറുദുവിലോ ഏത് വിഭാഗമാവട്ടെ ഇറക്കിയ മുഴുവൻ പരിഭാഷകളിലും പൂരാ തെറ്റുകളുണ്ട്. പൂരാ തെറ്റുകൾ. ഈ തെറ്റ് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് തെറ്റായി ഭാഷാന്തരം ചെയ്തുകൊണ്ടുള്ള പഠിപ്പിക്കുന്ന ഈ രീതി, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നു: വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദീനിയും കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും സംയുക്തമായി പരിഭാഷപ്പെടുത്തിയ മുജാഹിദിന്റെ ഔദ്യോഗിക പരിഭാഷയുണ്ട്, ഖുർആൻ പരിഭാഷ. ആ പരിഭാഷ KM മൗലയും മറ്റുള്ളവരൊക്കെ പരിശോധിച്ചിറക്കിയതാണ്. ആ പരിഭാഷയിൽ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ്? ഈയിടെ ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് കിതാബ് ഓതി കൊടുക്കുമ്പോൾ ഞാൻ ആ പരിഭാഷ എടുത്തൊന്ന് നോക്കി. ഇന്നല്ലാഹ യഅ്മുറുക്കും വഇദ് ഖാല മൂസാ ലിഖൗമിഹി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു ഒരു ബഖറത്തിനെ അറുക്കുവാൻ. എന്താ ബഖറത്ത് എന്ന് പറഞ്ഞാൽ? പശു എന്നാണോ അർത്ഥം, അതോ കാള എന്നാണോ അർത്ഥം? അതിന്റെ ഭാഷാപരമായ ചർച്ചകൾ വെച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു ഇവിടെ പശുവല്ല, കാളയാണ്. പശുവല്ല. അൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശുവല്ല, മറിച്ച് ആൺവർഗത്തിലുള്ള മാടാണ്. എന്നാൽ അവിടുത്തെ ബക്കറത്തി എന്ന തായിനെ പരിശോധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് പശുവാണെന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പശുവാണോ കാളയാണോ ഇവിടെ ബനു ഇസ്രായേലുകാരോട് അള്ളാഹു അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത് എന്ന് രണ്ട് വിധത്തിൽ വ്യാഖ്യാനങ്ങൾ വരത്തക്ക വിധത്തിലുള്ള വിശാലമായൊരു വാക്കാണ് അള്ളാഹു തആല അവിടെ കൊടുത്തത്. പരിഭാഷയിലോ പശു. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായത്തെ മാത്രം ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ അനേകായിരം ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ചില ഒരുപാട് വിഷയങ്ങളുണ്ടായതുകൊണ്ട് പരിഭാഷ ഹറാമാണ് എന്ന് പണ്ഡിതന്മാരിൽ ഒരു പക്ഷം ആൾക്കാർ പറയുന്നു. എന്നാൽ മറ്റൊരു പക്ഷം പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള വഴികൾ സ്വീകരിക്കുക. എന്നാലും ഇവിടെ ഖുർആനിനെ വളരെ മോശമായി വൃത്തികെട്ടുകൊണ്ട് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ബിദ്അകൾ പരിഭാഷകളിലൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമെന്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി പരിഭാഷ അനിവാര്യമല്ലേ? അതുകൊണ്ടത് അനുവദനീയമാവേണ്ടതല്ലേ എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ ഇപ്പുറത്തു. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. രണ്ട് അഭിപ്രായത്തിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് നാം സമസ്ത, അതിന്റെ വിദ്യാർത്ഥി ഫെഡറേഷൻ രണ്ട് അഭിപ്രായത്തെയും മാനിക്കുന്നു. രണ്ട് വിഭാഗത്തെയും നമ്മൾ വിമർശിക്കില്ല ആ വിഷയത്തിൽ. അതാണ് ആ വിഷയത്തിലുള്ള സമസ്തയുടെ നിലപാട്. സമസ്ത എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കുന്നത്? അത് സമസ്ത തന്നെ പറഞ്ഞിട്ടുണ്ട്. 1965 ഒക്ടോബർ മാസം 10-ാം തീയതി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിഷയകമായിട്ട് യോഗം ചേരുകയും എന്നിട്ട് ദീർഘമായ പഠന പര്യവേഷണങ്ങൾക്കു ശേഷം തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദിഈങ്ങളുടെ തത്വങ്ങളാണ് എന്ന്
അക്കാലത്തുള്ള പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അത് ഇക്കാലത്ത് ഈ ഫെബ്രുവരി മാസത്തിൽ ഉള്ള എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാർച്ച് മാസമല്ല ഉദ്ദേശിച്ചത്. ഫെബ്രുവരി മാസത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ഔദ്യോഗിക മാസികയായ അൽ ബലാഗ് മാസിക, ഓരോ വിഭാഗത്തിലും ഓരോ മാസിക ഉണ്ടല്ലോ. ഇപ്പൊ സുന്നികൾക്ക് സുന്നി അഫ്കാർ ഉണ്ട്, അതന്നെ സമസ്തയുടെ ആളുകൾക്ക് സുന്നി അഫ്കാർ ഉണ്ട്, മറ്റുള്ള ആളുകൾക്ക് ബുൽബുലുണ്ട്, അതുപോലെ റിസാലയുണ്ട്, മുജാഹിദുകൾക്ക് അൽമനാറുണ്ട്, അത്തൗഹീദ് ഉണ്ട്. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ മാസികയുണ്ട്. തബ്ലീഗിന്റെ മാസികന്റെ പേരെന്താണ്? അൽ ബലാഗ്. ഈ അൽ ബലാഗിന്റെ ഫെബ്രുവരി ലക്കം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നഖശികാന്തമല്ലേ നബിദിനാഘോഷത്തെ എതിർത്തത്? നഖശികാന്തം നബിദിനാഘോഷം തെറ്റാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമായ ജാമിയ കൗസരിയ അതിന്റെ ഔദ്യോഗിക നേതൃത്വം ഇറക്കിയ, അതുപോലെ തന്നെ കാനാർ മൂസ മൗലാന അവതാരിക എഴുതിക്കൊണ്ട് അവതരിപ്പിച്ച മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം മലയാളത്തിലാണ്. അതിലെന്താ നബിദിനാഘോഷത്തെ പറ്റി പറഞ്ഞത്? 2 വിമർശനങ്ങളാണ് നടത്തിയത്. ഒന്നത് ജാഹിലി ആചാരമാണ്, 2 ക്രിസ്ത്യാനികളിൽ നിന്ന് പോകുന്നതാണ്. ഇസ്തിഗാസ ശിർക്കാണ്. ഈ വാദല്ലേ തബ്ലീഗ് ജമാഅത്തുകാർക്കുള്ളത്? മഹാന്മാരുടെ പേരിൽ മൃഗങ്ങളെ അറുത്തുകൊണ്ട് ആരാധന സമർപ്പിക്കുന്നത് അള്ളാഹുവിനും അതിന്റെ പുണ്യം സമർപ്പിക്കുന്നത് മഹാത്മാക്കൾക്കും എന്ന ഈ പണി, മുസ്ലിം ലോകം നടത്തുന്ന പണി, അത് ശിർക്കൻ ആചാരമാണ് എന്നല്ലേ തബ്ലീഗ് ജമാഅത്തുകാരൻ എഴുതിയത്? അള്ളാഹുവിന്റെ റസൂലിൽ ചിന്ത ആദരവോടുകൂടി നിമഗ്നമാകുന്നത് മൂരിക്കൈതകളിൽ ചിന്ത നിമഗ്നമാകുന്നതിനേക്കാൾ ബുരാഹേ. അപ്പിനെ ബൈൽ ഔർ ഗദ്ദെ മേ മുസ്തഗ്രിസ് ഹോനെ സേ ബുരാഹേ ക്യോംകി. എന്തുകൊണ്ടെന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യനായ ഇസ്മായിൽ ദഹ്ലവിയുടെ സിറാത്തെ മുസ്തഖീമിന്റെ 97ാമത്തെ പേജിൽ പറയുകയാണ്, സിനാ കെ വസ്വസെ അപ്നി ബീബി കി മുജാമഅത്ത് കാ ഖയാൽ ബഹ്തർ ഹേ ദുലുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ്. പാപങ്ങൾ ചിലതിനേക്കാൾ ഭീകരമായിരിക്കും. സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക വേഴ്ച നടത്തുമ്പോൾ ഈ ഭാര്യയെ കുറിച്ച് ഇത് അന്യ പെണ്ണാണ് എന്ന ധാരണ വെച്ചുകൊണ്ടുള്ള ലൈംഗിക വേഴ്ച ബഹ്തർ ഹേ, അത് നല്ല കാര്യമാണ്. അതേ സമയത്ത് ചിന്ത നബിയിലോ മഹാന്മാരിലോ നിമഗ്നമായി പോകുന്നത് ശിർക്ക് വരുന്ന കാര്യമാണ്. കാരണം അതിൽ ആദരവടങ്ങിയിട്ടുണ്ട്, തഅ്ലീം, അത് ശിർക്കാണ്. അതേ സമയത്ത് മൂരി കൈതയിലാണോ ചിന്ത ലയിച്ചു പോയതെങ്കിലോ അതിൽ ആദരവ് വരുന്നില്ലല്ലോ, മറിച്ച് ബൽ ഹഖീർ ഔർ സലീൽ ഹോത്താ ഹേ, അവിടെ സ്വയം നമുക്കൊരു തരം താഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് അത് ശിർക്കല്ല, മറ്റേത് ശിർക്കാണ്. ഇത് ആരവാദ? തഅ്ലീമാണ് ശിർക്കിന്റെ മാനദണ്ഡം. ആദരവിന്റെ മാനസികാവസ്ഥയാണ് ശിർക്കിന്റെയും തൗഹീദിന്റെയും വ്യത്യാസം തീരുമാനിക്കുന്നത് എന്നുള്ള വാദം ഇത് സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന അറേബ്യൻ ഭീകരന്റെ വാദമല്ലേ? ആ വാദത്തിന്റെ വാക്താക്കളായിട്ട് AD 1800-കളിൽ കേരളത്തിൽ വഹാബിസം വരുന്നതിന്റെ 100 കൊല്ലം മുമ്പ് ഉത്തരേന്ത്യയിൽ ഇത് സ്ഥാപിച്ച നേതാവല്ലേ ഇസ്മായിൽ ദഹ്ലവി? ആ ഇസ്മായിൽ ദഹ്ലവിയിലെ ആശയ സ്രോതസ്സായിട്ട് രൂപീകരിക്കപ്പെട്ട തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനം ഇന്നും മലയാള സാഹിത്യത്തിൽ എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതേ ആശയങ്ങളല്ലേ. തനി ഇസ്തിഗാസ വിരുദ്ധത, തനി സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധത, നബിദിനാഘോഷം പോലത്തെ റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ പ്രകടനത്തിന്റെ വിരുദ്ധത, ഇതല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ പ്രവർത്തനങ്ങളുടെ ബാഹ്യ സൗന്ദര്യം നോക്കിയിട്ട് ഹൃദയത്തിന്റെ കാപ്പറ്റത്ത് നാം മറച്ചുവെക്കാൻ പാടില്ല. അതാണ് സമസ്തയുടെ 1965 ഒക്ടോബർ 10 ആ തീരുമാനത്തിന്റെ പ്രസക്തി. ഈ ഫെബ്രുവരി ലക്കം അൽ ബലാഗ് എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഉസ്താദ് പറഞ്ഞു ആദ്യകാലങ്ങളിൽ നബിദിനം ആഘോഷിക്കാറുണ്ടെന്ന്. ബഹുമാനനായ സുന്നി പണ്ഡിതൻ തഴവ് ഉസ്താദിന്റെ ഒരു വരിയുണ്ട്. പണ്ട് കാലത്ത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: പണ്ട് കാലത്ത് മൗലൂദ് കഴിക്കാറില്ല, അത് ഹിജറ 300-ന് ശേഷം വന്നതാ എന്നുള്ളൊരു സുന്നി പണ്ഡിതനായ തഴവ് ഉസ്താദിന്റെ ഒരു വരിയുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ ആ വാക്കിലെ അത് വെറും മലയാളം മാത്രല്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-നു ശേഷം വന്നതാ. ഇവിടെ 2 അറബി വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് മൗലിദ്, 2 ഹിജ്റ. ഇത് 2 സാങ്കേതിക വാക്കുകളാണ്. സാങ്കേതിക വാക്കുകളാകുമ്പോൾ ആ സാങ്കേതിക അർത്ഥം എന്താണോ അതാണ് അവിടെ നൽകേണ്ടത്. മൗലിദ് എന്നതിനൊരു സാങ്കേതിക അർത്ഥമുണ്ട്. എന്താണ്? പിൽക്കാലത്ത് ഉരുവപ്പെട്ട പ്രത്യേകമായൊരു രീതി.
അതായത് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കാണുന്നത് പോലെ കുറച്ചാൾക്കാർ കൂടുക, ബാക്കിയുള്ളവർ ഒരുമിച്ച് കൂടുക, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ചില മദ്ഹുകൾ പറയാ, അത് ബാക്കിയുള്ളവർ കേൾക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു രീതി ഉണ്ടല്ലോ, ഈ രീതി, ആ രീതി, അതിനെപ്പറ്റിയാണ് സാങ്കേതികമായി മൗലിദ് എന്ന് അറബിയിൽ ഉപയോഗിച്ചത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പലായനല്ല, 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ പലായനാണ്. അപ്പൊ അതൊരു സാങ്കേതിക ശബ്ദമാണ്. ഈ സാങ്കേതികാർത്ഥത്തിലുള്ള മൗലിദിനെ പറ്റിയാണ് ഹിജ്റ 300-ന് ശേഷം വന്നത് എന്ന് പറഞ്ഞത്. അതേസമയത്ത് മൗലിദിൽ അടങ്ങിയ കാര്യങ്ങൾ, ഒന്ന് നബിയുടെ മഹബത്ത്, നബിയുടെ മേൽ സലാത്തില്ല, നബിയുടെ മേൽ സലാം പറയുക, അതിൽ പ്രത്യേക ദിവസം നിശ്ചയിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ്, പ്രമാണങ്ങളിൽ വന്നതാണ്, സ്വഹാബത്ത് അനുകരിച്ചതാണ്, അനുവർത്തിച്ചതാണ്. അപ്പൊ ഇത് പ്രത്യേകമായ രൂപവും ഭാവം. ഏതുപോലെ മദ്രസ നടത്തൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 1300-ന് ശേഷം വന്നതാ. ഞാനും പാടി. എന്നാ ഞാൻ തെറ്റാണ്? സമ്മേളനം നടത്തൽ ആദ്യകാലത്തില്ല, പിന്നീട് അത് വന്നു, അതറിയില്ലേ. ഞാൻ പാടി. അതിന്റെ അർത്ഥം സമ്മേളനം നടത്തൽ ഹറാമാന്നാ? സമ്മേളനത്തിന്റെ ആധുനിക രൂപം പഴയകാലത്തില്ല, പക്ഷെ അടിസ്ഥാനപരമായിട്ട് പഴയകാലത്തുണ്ട്. ദഅവത്തിന്റെ നവീന രൂപം പഴയകാലത്തില്ല, പക്ഷെ താത്വികമായി അത് പഴയകാലത്തുണ്ട്. മൗലിദിന്റെ സാങ്കേതിക രൂപം 300-ന് ശേഷം വന്നതാണ്, പക്ഷെ താത്വികമായി അത് നബിയിൽ നിന്ന് പോന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ അറബി വാക്കിന്റെ സാങ്കേതിക അർത്ഥം മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? സ്നേഹമുള്ള സഹോദരങ്ങളെ, സമയം വളരെ വൈകി. ഇപ്പൊ ഇവിടെ ചോദ്യങ്ങൾ സുന്നികൾ തന്നെയാണ് നമ്മുടെ സദസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. വഹാബി പ്രസ്ഥാനക്കാരിലെ പുത്തൻ ചിന്താഗതിക്കാർ ആരും തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചതായിട്ട് കണ്ടില്ല. ഇന്ന് ആരും ചോദ്യം ചോദിക്കാൻ വരാതെ ഇനി നാളെ നേരം വെളുക്കുമ്പം വന്നിട്ട് ഇങ്ങനെ ഇനിയും നിങ്ങളുടെ ആശയം വിളമ്പരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചോദിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ നിങ്ങൾ മാന്യമായി ക്ഷണിച്ചു. നിങ്ങൾ ആരും ഇവിടെ സദസ്സിൽ ഒന്ന് ചോദിക്കാൻ തയ്യാറായി. ഇനി നിങ്ങൾ ഈ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യരുത്, കാസറ്റുമായിട്ട് രംഗപ്രവേശനം ചെയ്യരുത്, ലഘുലേഖയായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു മാന്യമായ ഒരു അപേക്ഷ നിങ്ങളോട് സമർപ്പിക്കാനുണ്ട്. ഇനി സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും മുജാഹിദികൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സുന്നികൾ ആരും ചോദിക്കരുത്. ഇനി ഇവിടെ എഴുതി ചോദിച്ച സ്ത്രീകളുടെ ഭാഗത്ത് കിട്ടിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. സമയത്തിന്റെ അതിക്രമം കാരണത്താൽ, സാങ്കേതികവും നിയമപരവുമായ ചില വിഷയങ്ങൾ കാരണത്താൽ സംഘാടകർ ചുരുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇന്നലെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ 10 മണി കറക്റ്റിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. എന്നെ കൊണ്ട് എന്റെ മൈക്ക് ഓഫ് ആക്കിപ്പിച്ചു. ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ഇന്നലെ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ 10 മണി കറക്റ്റിന് പോലീസുകാർ വിളിച്ചു. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഫോൺ വരികയാണ്, നിങ്ങളെ പരിപാടി നിർത്തണം, പല കേന്ദ്രങ്ങളിൽ നിന്നും ഫോൺ വരുന്നുണ്ട്. ഞങ്ങൾ നിർത്തി. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം സംഘാടകര് അങ്ങനെ പറയുന്നത്. ഇവിടെ വന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്നു. നാം പുണ്യമാണെന്ന് കരുതി ചൊല്ലുന്ന മൊഹിയുദ്ദീൻ മാലക്ക് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുമുണ്ടോ? മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹാണ്. മൊഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹാണ്. മഹാന്മാരുടെ മദ്ഹ് പറയാൻ പറ്റുമോ? പറ്റൂലേ? മഹാന്മാരുടെ മദ്ഹ് എന്ന് പറയുന്നത് ഖുർആൻ ഒരുപാട് മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. അംബിയാക്കളെ മദ്ഹ് പറയൽ ഇബാദത്താണ്, മഹാന്മാരുടെ മദ്ഹ് പറയൽ പ്രായശ്ചിത്യമാണ്. അപ്പൊ അതിൽ മൊഹിയുദ്ദീൻ ഷെയ്ഖും പെട്ടു. ആ അടിസ്ഥാനത്തിലാണ് മൊഹിയുദ്ദീൻ മാല ആലപിക്കുന്നത്. 2, നാം ഖബറിനുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് കേൾക്കുമെന്നും അവരതിന് ഉത്തരം നൽകുമെന്നുമുള്ളതിന് ഖുർആൻ ഉദ്ധരിക്കുമോ ഹദീസ് ഉദ്ധരണിയോ ഉണ്ടോ? ആ ചോദ്യത്തിന് ഖബറിലുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലാത്ത ഒരു സാങ്കല്പിക ചോദ്യത്തിന് തൽക്കാലം നമ്മൾ മറുപടി പറയുന്നില്ല. പിന്നെ സ്ത്രീകൾക്ക് മക്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ മക്ബറ തൊടുന്നതും അതിനെ തൊട്ട് മുത്തുന്നതും അനുവദനീയമാണോ? ചില സ്ഥലങ്ങളിൽ ഉറൂസിന് പോയാൽ സ്ത്രീകളും പുരുഷന്മാരും ഇതൊക്കെ ചെയ്യുന്നതായി കാണുന്നു, അത് അനുവദനീയമാണോ? സ്ത്രീ സുന്നി ശ്രീകണ്ഠാപുരം എന്ന് എഴുതിയിട്ടുണ്ട്. മക്ബറകൾ, മഹാന്മാരുടെ മക്ബറകള് അത് തൊട്ടുമുത്തുന്നത്, ഒരുപാട് ചോദ്യങ്ങൾക്ക് സമയമില്ല കുട്ടി, ഇനി ആരും ചോദ്യം കൊടുത്തേക്കണ്ട.
പിന്നെ ഖബറ് തൊട്ടുമുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറ് തൊട്ടുമുത്തൽ അനുവദനീയമാണ് എന്ന് ഇമാം റംലിയെ പോലുള്ള ഷാഫി മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അങ്ങനെ തൊട്ടുമുത്തുകയാണെങ്കിൽ അത് വിരോധിക്കപ്പെടേണ്ടതല്ല. എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തൊട്ടുമുത്തൽ കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ എതിർക്കേണ്ട. അത് ഇമാമുമാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. പിന്നെ അടുത്ത ചോദ്യം, ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നത് ശിർക്കാണെന്നോ? റബ്ബേ നഊദു ബില്ലാഹ്. ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നത് ശിർക്കാണ്. എന്ത് ഞാരിയത്ത് സ്വലാത്ത് ശിർക്കാണെന്ന് പറയുന്നവന് കിർക്കാണ്. അതാ നമുക്ക് അതിനുള്ള മറുപടി. അല്ലെങ്കിൽ അവനവന്റെ പ്രമാണം കൊണ്ടുവരട്ടെ. ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലിയ പടച്ചോൻ സ്വർഗം നൽകും. അതാണ് നമ്മളെ വാദം. പടച്ചോൻ സ്വർഗം നൽകും. മൻ സല്ല അലയ്യ സ്വലാത്തൻ മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലും എന്റെ മേൽ വല്ല സ്വലാത്തും ചൊല്ലിയാൽ, അത് നാരിയത്ത് സ്വലാത്തായാലും വേണ്ടില്ല, മുഞ്ചിയത്ത് സ്വലാത്തായാലും വേണ്ടില്ല, സാധാരണ സ്വലാത്തായാലും വേണ്ടില്ല, ഏത് സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്താണോ സ്വർഗം ലഭിക്കും. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇദൻ സ്വലാത്ത് ചൊല്ലിയാൽ ഹമ്മക്ക, നിന്റെ ഭൗതികവും പാരിത്രികവുമായ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരും, നീക്കിത്തരും. വയൂഫറു ദംബുക, നിന്റെ പാപങ്ങൾ അഖിലവും പൊറുക്കപ്പെടുമെന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൽ നാരിയത്ത് സ്വലാത്തും പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ മരിച്ചവർക്ക് വേണ്ടി ഓതുന്നത് തെറ്റാണ്, യാസീനോ മറ്റോ ഓതി ഹദിയ ചെയ്യുന്നത് ശിർക്കാണ് എന്നൊരു വിഭാഗം ജനങ്ങൾ പറയുന്നു. നഊദു ബില്ലാഹ്. ഇതിനെപ്പറ്റി ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം. എന്താ പറയുന്നത്? ശിർക്കാണെന്ന്. മരിച്ചവർക്ക് വേണ്ടി ഓതുന്നത് തെറ്റാണ്. സഹോദരന്മാരെ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു സഹാബിയെ മറമാടിയതിനു ശേഷം, ഞാൻ പരത്തി നീട്ടി പറയുന്നില്ല, ചുരുക്കി പറയാണ്, ഒരു സഹാബിയെ, ആ സഹാബിന്റെ പേര് സഅദ് ഇബ്നു എന്നായിരുന്നു, ആ സഹാബിയെ മറമാടിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് നേരം ദിക്ർ ചൊല്ലുകയാണ്, മാറ്റി മാറ്റി ദിക്ർ ചൊല്ലുകയാണ്. فسبح رسول الله طويلا فسبحنا طويلا وذكر رسول الله طويلا فذكرنا طويلا. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് നേരം മാറ്റി മാറ്റി നബിയെ കണ്ടുകൊണ്ട് ചെയ്തത്, നബി കണ്ടു, അതിൽ നിന്ന് രക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അതാണ് ദിക്ർ. ദിക്റിൽപ്പെട്ട ഏറ്റവും വലിയ ദിക്റാണ് ഖുർആൻ. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. ആ ഖുർആൻ അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് ഉപകാരം കിട്ടും. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, വഇൻ ഖതമൽ ഖുർആൻ, ഖുർആൻ മുഴുവൻ ഓതിയിട്ട് മയ്യിത്തിന് വേണ്ടി ഓതുകയാണെങ്കിൽ ഫഹുവ ഹസനുൻ ഖാലഹു ഷാഫിഈ വ അസ്ഹാബുഹു. ഇമാം നബവി തങ്ങൾ ഈ കിതാബിൽ പറയാ, 900 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഈ കിതാബിൽ ഇമാം നബവി തങ്ങൾ പറയാ, ഷാഫി ഇമാമും അനുയായികളും പറയുന്നു, ഫഇൻ ഖതമുൽ ഖുർആന ഫഹുവ ഹസനുൻ, ഖുർആൻ മുഴുവൻ മയ്യിത്തിന് വേണ്ടി ഓതി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്രദമാണ്. ഞാൻ അത്രയെ പറ്റി പറയുന്നുണ്ട് സമയത്തിന്റെ കുറവ് കാരണത്താൽ. മൂസാ നബി വടിയെറിഞ്ഞപ്പോൾ പാമ്പായി. ആ മൂസാ നബിയെ ആദരിക്കാതെ ഇബ്രാഹിം നബിയെ പോലെയുള്ള മറ്റ് നബിമാരെ എന്തിന് ആരാധിക്കുന്നു? ഇതും വിശദീ. ആരാണ് അങ്ങനെ ചെയ്യുന്നത്? ഹജ്ജ് പെരുന്നാളിനെ പറ്റിയാണോ? അത് പടച്ചോന്റെ. അതായത് മൂസാ നബി അലിഹിസ്സലാം വടിയിട്ടപ്പോ പാമ്പായി. മൂസാ നബി അലി ഇസ്ലാം വടിയിട്ടപ്പോ പാമ്പായി. അത് മൂസാ നബി അലി ഇസ്ലാമിന്റെ ഒരു മുഅ്ജിസത്താണ്. അതേ സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം തീയിൽ കടന്നപ്പോ ഒരു രോമക്കുത്തിന് പോലും പോറലേറ്റില്ല. അത് മറ്റൊരു മുഅ്ജിസത്താണ്. പിന്നെ എന്തുകൊണ്ട് ഹജ്ജ് കർമ്മത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമെയും അനുസ്മരിക്കാൻ കാരണം ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ബന്ധപ്പെടുന്നത് ഇബ്രാഹിം നബിയോടും ഹാജർ ബീവിയോടും ഇസ്മായിൽ നബിയോടുമാണ്. ആ വിഷയത്തിൽ മൂസാ നബിക്ക് പങ്കില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. പിന്നെ മൂസാ നബിയെ നമ്മൾ ആദരിക്കുന്നില്ല, ഇബ്രാഹിം നബി ആദരിക്കുന്നു. അങ്ങനെ വ്യത്യാസം ആരെങ്കിലും നടത്താറുണ്ടോ? തിൽക റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, മുർസലീങ്ങളിൽ ചിലർ ചിലരേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ലാ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മിർ റബ്ബിഹി, ആമന റസൂലു ബിമാ ഉൻസില
എന്നിട്ട് പറയാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ഒരാളുടെയും ഇടയിൽ നമ്മളാരും വേർപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് മൂസാ നബിയെ അവഗണിക്കുന്നു, ഇബ്രാഹിം നബിയെ പരിഗണിക്കുന്നു. ഇങ്ങനൊരു ശൈലി ഒരു മുസൽമാൻ സ്വീകരിക്കുന്നില്ല. ഇത് തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്ത ചോദ്യമാണ് എന്നാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം, അത് വലിയ ചോദ്യമാണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പായി നമ്മുടെ ഇവിടത്തെ ഖത്തീബ് ഉസ്താദ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മുമ്പാകെ സമർപ്പിക്കുകയാണ്. റിഫായി ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാൾ വീടെടുക്കേണ്ടുന്ന ആവശ്യത്തിന് ഭൂമി വേണ്ടി ഉസ്താദിനെ പറഞ്ഞിട്ടുണ്ടോ? റിഫായി ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാൾ വീടെടുക്കേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടി ഭൂമിക്ക് വേണ്ടി തങ്ങളെ സമീപിച്ചു. തങ്ങൾ ആ വ്യക്തിയെയും കൂട്ടി ഭൂമിയുള്ള ഒരാളുടെ സമീപത്തെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. ഭൂവുടമ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വില എത്രയാണെന്ന് ചോദിച്ചു. എനിക്ക് പൈസ വേണ്ട എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. പിന്നെ എന്താണ് വേണ്ടതെന്ന് റിഫായി ഷെയ്ഖ് തങ്ങൾ ചോദിച്ചപ്പോൾ 4 സ്വർഗം വേണമെന്ന് ഭൂവുടമ പറഞ്ഞു. 4 സ്വർഗം തരാമെന്ന് ഭൂവുടമയോട് തങ്ങൾ വാഗ്ദത്തം ചെയ്തു. ഭൂമി നൽകുകയും ചെയ്തു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭൂവുടമ മരണമടഞ്ഞു. കബറടക്കം കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയെങ്കിലും ഭൂവുടമയുടെ ഒരു മകൻ അവിടെ തന്നെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കബറിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഒരു കടലാസ് പൊങ്ങി വന്നു. പ്രസ്തുത കടലാസ് ഭൂമിയുടെ മകൻ റിഫായി ഷെയ്ഖ് തങ്ങളുടെ വശം കൊണ്ടുപോയി കൊടുത്തു. മരിച്ചുപോയ വ്യക്തിക്ക് 4 സ്വർഗം കിട്ടി. ആ കടലാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത്. ഭൂവുടമക്ക് സ്വർഗം കിട്ടിയെന്ന് പറയുന്നത് തീർത്തും ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. ഇതിലെവിടെ കുഴപ്പമുള്ളത്? ഒരാൾക്ക് ഭൂമിക്ക് ആവശ്യം, ഒരു പാവപ്പെട്ട മിസ്കീനായ ഒരാൾക്ക്. ഇപ്പൊ ബൈത്തുർ റഹ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അതുപോലത്തെ ആൾക്കാരില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തൊരു മുതലാളിയെ സമീപിച്ചു. നമ്മൾ പറഞ്ഞ റിഫായി ഷെയ്ഖാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അവരെന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ഔലിയാക്കളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബി. അല്ലാഹ് പറയാണ്, എന്റെ വലിയ കാണുന്ന കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബി. അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ. അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ. അവൻ നടക്കുന്ന കാല് ഞാനാകും. അല്ലാഹ് പറയാണ്, വൈദാ സഅലനി. അവൻ എന്നോട് എന്ത് ചോദിച്ചാലും അഅതൈതുഹു. ഞാൻ ആ വലിയന് കൊടുക്കും. വല്ലതിനെ തൊട്ടും എന്നോട് കാവൽ ചോദിച്ചാൽ അഅസ്തുഹു. ഞാൻ അയാൾക്ക് കാവൽ കൊടുക്കും. ഇതൊക്കെ അല്ലാഹു ഔലിയാക്കളെ പറ്റി പറഞ്ഞതാണ്. ആ ഔലിയാക്കളുടെ ശൃംഖലയിൽപ്പെട്ട മഹാനാണ് റിഫായി ഷെയ്ഖ്. റിഫായി ഷെയ്ഖിനോട് ഈ ഭൂമട പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. സ്വർഗത്തിന് 4 സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഖുർആന്റെ ഒരു പ്രയോഗ. ഖുർആന് ചിലപ്പോ കാണാം 2 സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത. 2 സ്വർഗം. ചിലർക്ക് അന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഒരുപാട് സ്വർഗങ്ങൾ. ചിലർക്ക് പറയുന്നു ഫസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ. 1 സ്വർഗം. അങ്ങനെ 1 സ്വർഗം, 2 സ്വർഗം. അതുപോലെ മറ്റൊരു ഹദീസിൽ, സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസിൽ കാണാം 4 സ്വർഗമുണ്ട്. 4 സ്വർണത്തിനാലുള്ള 2 സ്വർഗമുണ്ട്, വെള്ളിയാനുള്ള 4 സ്വർഗമുണ്ട്. അങ്ങനെ ഹദീസ് കാണാം. അപ്പൊ 4 സ്വർഗം എന്ന് പറയും ചിലപ്പോ, 2 സ്വർഗം എന്ന് പറയും ചിലപ്പോ, 1 സ്വർഗം എന്ന് പറയും ചിലപ്പോൾ, അനേക സ്വർഗം എന്ന് പറയും. അതൊക്കെ ഓരോരോ ഇത്തിബാറുകൾക്കനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, സമയത്തിന്റെ ദൗർബല്യം കാരണത്താൽ. അപ്പൊ എനിക്ക് 4 സ്വർഗമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു പ്രയോഗമാണ്. അതൊരു പ്രയോഗ. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷ അറിയുന്ന ആളുകൾക്ക് ആ പ്രയോഗത്തിൽ ഒരു കുഴപ്പവും തോന്നൂല. അപ്പൊ 4 സ്വർഗം. 4 സ്വർഗം ഈ വലിയനോട് പറയാനുള്ള കാരണം എന്താ? ഈ വലിയ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഭൂമിയിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യന് കിടപ്പാടമില്ലാതെ വിഷമിക്കുന്ന ഈ ഘട്ടത്തിൽ ഭൂമി ഉടമ പറയുന്നു, എനിക്ക് സ്വർഗം കിട്ടണമെന്ന് എന്നോട് പറയുകയാണ്. റബ്ബേ, ഈ സഹോദരന് സ്വർഗം കൊടുക്കണേ എന്ന് റിഫായി ഷെയ്ഖ് ദുആ ചെയ്യുകയാണ്. അതിന്റെ ഒരു ലക്ഷണമെന്നോണം ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഖബറിൽ ഒരു പ്രത്യേകമായ എഴുത്ത് കാണുകയാണ്. അള്ളാഹ് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളിലൂടെ എന്തോ ഒരു സംവിധാനത്തിലൂടെ ആ കറാമത്ത് അവിടെ വെളിവാക്കുകയാണ്. 4 സ്വർഗം ഞാൻ കൊടുത്തിരിക്കുന്നുവെന്ന്. എന്താണ് ഈ ചരിത്രത്തിൽ എവിടെയാ തകരാറുള്ളത്? എവിടെയാ തകരാറുള്ളത്? ക്ലാസ് റൂമിലെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കണം. ക്ലാസ് റൂമിൽ പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കും, അതിനൊന്നും മറുപടി കൊടുക്കൂല സിസിമാനി. അപ്പോ അതിലൊരു കുഴപ്പമില്ല. ആ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ഏത് തത്വത്തിനാണ് ഇതിനെതിരുള്ളത്?
4 സ്വർഗം എന്ന് പറഞ്ഞതിലാണോ? റിഫായി ഷെയ്ഖ് വലിയായതിന്റെ പേരിലാണോ? റിഫായി ഷെയ്ഖ് അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹു മറുപടി കൊടുത്തതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ അവിടെ ഒരു കറാമത്ത് വെളിപ്പെട്ടതിന്റെ പേരിലാണോ? ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചതിന്റെ പേരിൽ സ്വർഗം കൊടുത്തതിന്റെ പേരിലാണോ? അള്ളാഹ്ക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് വാദമുണ്ടോ? എവിടെയാണ് ഇവിടെ തകരാറ്? എവിടെയാ തകരാറുള്ളത്? നിങ്ങൾ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ചെന്നപ്പോ അവിടുത്തെ സമ്പന്നരായ ആളുകളോട് പറഞ്ഞു, ഇവിടുത്തെ പാവപ്പെട്ട മുഹാജിറുകൾക്ക് വേണ്ടി നിങ്ങൾ സൗകര്യമൊരുക്കി കൊടുക്കണം. അപ്പൊ എന്താ സ്വഹാബത്ത് മറുപടി പറഞ്ഞറിയാമോ? മദീനത്തെ സ്വഹാബത്ത് മറുപടി പറഞ്ഞത്, നബിയെ ഞങ്ങൾക്കൊരു ഉപാധി പറയാനുണ്ട്. എന്താ ഉപാധി? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദോഷം പുറത്തു കിട്ടണം. ഇഷ്കാത്തിൽ കാണാം ഹദീസ്. ഞങ്ങൾക്ക് ഞങ്ങളെ പാപം പുറത്തു കിട്ടണം, ആ വ്യവസ്ഥയോടുകൂടി തരാം. അത് ഓക്കെയാണ്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അവരങ്ങോട്ട് മുഹാജിരീങ്ങൾ അങ്ങോട്ട് സഹായിക്കാൻ തുടങ്ങി. അള്ളാഹുന്റെ റസൂൽ പറയാം, അത് ഞാൻ തരാം. അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈനാ വമാ തസദ്ദഖനാ വമാ സല്ലൈനാ എന്ന് പറയുന്ന ഒരു ബൈത്ത് സ്വഹാബത്ത് പാടുന്നുണ്ട്. ആ പാട്ടിൽ സ്വഹാബത്ത് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നബിയെ ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഞാനിപ്പോ എന്റെ ബുഖാരി മറിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഇമാം അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ സ്വഹാബിമാർ നബിയോട് പറയാണ്, നബിയെ പാപങ്ങളിൽ നിന്നും മറ്റു കുടുക്കിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാന്റെ റസൂല് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ശുപാർശ ചെയ്തു തരുക എന്നതാണ് അതിന്റെ ഉദ്ദേശ്യം. ഇതേ ഉദ്ദേശ്യം തന്നെയാണ് ഔലിയാക്കളോടും മുസ്ലിമീങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഔലിയാക്കളെ കുറിച്ച് പറച്ചമ്പുരാനാക്കല്ല. അതിനിതുകൊണ്ട് അവിശ്വസനീയമായ യാതൊരു ഭാഗവും ഇതിൽ അടങ്ങിയിട്ടില്ല. ഇത് സത്യസന്ധമായ ചരിത്രമാണ്. റിഫായി ഷെയ്ഖിന്റെ കറാമത്തുകൾ രേഖപ്പെടുത്തപ്പെട്ട ജവാഹിറുൽ ഖലാഇദ് പോലുള്ള കിതാബുകളിലൊക്കെ വിശദീകരിച്ച ചരിത്രമാണ്. ഈ ചരിത്രം സത്യസന്ധമാണ്. സത്യസന്ധമായ ചരിത്രം വളച്ചു കെട്ടില്ലാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളുടെ ഖത്തീബ് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിൽ ഒരു അവിശ്വാസവും പറയാനില്ല എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള മറുപടി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് സുഹൃത്തുക്കൾ പരിസരങ്ങളിൽ പല ഭാഗത്തുനിന്നോട് ഈ പരിപാടി വീക്ഷിച്ചു. പക്ഷെ പണ്ഡിതോചിതമായ മറുപടിക്ക് വേണ്ടി അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇങ്ങോട്ട് കടന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സദസ്സ് വിജയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ.